ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും കിരൺ സ്റ്റഡി സർക്കിളിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഓക്കെ, സോ നമ്മളൊന്ന് ചെയ്യാൻ പോകുന്നത് ഒരു പി എസ് സിയുടെ പി വൈക്ക് നമ്മൾ എടുക്കുന്നു. അതുമായി ബന്ധപ്പെട്ട ടോപ്പിക്സ് നമ്മൾ പഠിക്കുന്നു, നമ്മളത് റിവൈസ് ചെയ്യുന്നു, ക്വസ്റ്റ്യൻസ് ചെയ്യുന്നു. ഓക്കെ, ഇങ്ങനെ ഒരു സീരീസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിലെ ആദ്യത്തെ ഒരു പി വൈക്യു ഡിസ്കഷൻ ആണ് നമ്മളൊന്ന് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഓക്കെ ഓക്കെ, സോ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ആയിട്ട് പറയുക. ഓക്കെ അല്ലേ? അപ്പൊ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് പോകാമല്ലോ. അപ്പൊ നമ്മൾ പുതിയ പി എസ് സി രീതിയിലാണ് പഠിക്കുന്നത്. അതിനാല് സാധാരണ ഒരു പി എസ് സി ക്ലാസ് ഉള്ള പോലെ ചിലപ്പോൾ അത് തോന്നിയെന്ന് വരില്ല. നമ്മൾ ഐഡന്റിഫൈ, അതായത് കൺസെപ്റ്റ്സ് നന്നായിട്ട് ഐഡന്റിഫൈ ചെയ്തിട്ടാണ് പഠിക്കാൻ വേണ്ടി നോക്കുക. ഓക്കെ, അപ്പൊ ഈ ക്ലാസ്സുകൾ കണ്ടിട്ട് നിങ്ങളുടെ അപ്ലിക്കേഷൻ കഴിവുകൾ, അതായത് അനാലിസിങ് കഴിവ്, അപ്ലിക്കേഷൻ സ്കിൽസ്, ഇതെല്ലാം എന്ത് ചെയ്യുക, ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി നോക്കുക. ഇവിടെ കാണുന്ന ഈ സംഭവങ്ങൾ ഒരിക്കലും മക്കപ്പ് ചെയ്യരുത്. അതായത് വെറുതെ കാണാപ്പാടം പഠിച്ചിട്ട് പഠിക്കുന്ന രീതിക്ക് ചെയ്യരുത്. നോട്ട് ഇംഗ്ലീഷിലുണ്ട്, മലയാളത്തിലുണ്ട്. സമാധാനത്തില് ഈ മൊത്തം വീഡിയോ നന്നായിട്ട് കേൾക്കുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ PDF ആവശ്യം ഉണ്ടെങ്കിൽ ഇതുപോലുള്ള ക്ലാസ്സസ് ഫോളോ ചെയ്യണമെങ്കിൽ നമ്മുടെ ടെലഗ്രാം ചാനലുണ്ട്, @കിരൺ സ്റ്റഡി സർക്കിൾ 123, അല്ലെങ്കിൽ ഗ്രൂപ്പ് ഉണ്ട് @കിരൺ സ്റ്റഡി സർക്കിൾ. ഓക്കെ അല്ലേ? ഡൺ ആണ്. ഓക്കെ, ഡൺ. അപ്പൊ നമ്മൾ ആദ്യമായിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് പഞ്ചായത്ത് സെക്രട്ടറി മെയിൻസിന് 2024 വന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് ട്രൂ ഫോർ MRTP ആക്ട് 1969? അതായത് 1969 MRTP നിയമത്തിന് ഇനി താഴെ പറയുന്നവയിൽ ശരിയല്ലാത്തത് ഏത് എന്നാണ് ഉള്ളത്. ഓക്കെ, ഇതിന്റെ മലയാളം ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. പക്ഷെ പഞ്ചായത്ത് സെക്രട്ടറി എഴുതിയിട്ടുള്ള എല്ലാവർക്കും അറിയാം, മലയാളം വായിക്കുന്നതിനേക്കാൾ ഇംഗ്ലീഷ് വായിക്കുന്നതാണ് കുറെ കൂടി ബെറ്റർ ആയിട്ടുള്ളത്. ഞാൻ ഇംഗ്ലീഷിന്റെ ഡെഫിനേഷൻസ് എല്ലാം പറഞ്ഞുതരാം, അവിടെ ഞാൻ ഇംഗ്ലീഷ് കുറച്ചുകൂടി നോക്കുന്നുണ്ട്. ഓക്കെ, സോ ഫസ്റ്റ് ഓഫ് ഓൾ ഇതിൽ MRTP ആക്ടിനെ കുറിച്ചാണ് ചോദ്യം. MRTP എന്ന് വെച്ച് കഴിഞ്ഞാൽ മോണോപ്പൊളീസ് റെസ്ട്രിക്റ്റീവ് ട്രേഡ് പ്രാക്ടീസസ് ആക്ട് എന്നാണ് അതിന്റെ ഫുൾ ഫോം ഉള്ളത്. ഇത് നമുക്ക് എക്കണോമിക്സിൽ പഠിക്കാനുള്ള സിലബസിൽ എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ന്യൂ എക്കണോമിക് പോളിസി, അതായത് നവ സാമ്പത്തിക പരിഷ്കാരം എന്ന് നമുക്ക് സിലബസ് ഉണ്ട്, അവിടെ പഠിക്കാനുള്ളതാണ്. ഇതില് ABD ഇതെല്ലാം എക്കണോമിക്സുമായി ബന്ധപ്പെട്ടുള്ള ഒരു കാര്യമാണ്. ഇതിന്റെ ആൻസർ സി ആണ്. സർ ആൻസർ പറഞ്ഞു, റിലാക്സ്. ഓക്കെ, ആൻസർ സി ആണ്. ഇതിന്റെ ആൻസർ അറിയണമെങ്കിൽ നമുക്ക് കോൺസ്റ്റിറ്റ്യൂഷന്റെ കുറെ ഭാഗം എന്ത് ചെയ്യണം, ഡിസ്കസ് ചെയ്യണം. എന്ന് വെച്ചാൽ ക്വസ്റ്റ്യൻ വന്നിരിക്കുന്ന എക്കണോമിക്സ് എന്നാണ്. അപ്പൊ ഈ ക്ലാസ്സിന് രണ്ട് പാർട്ട് ഉണ്ട്. ഒന്ന്, നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷൻ ഡിസ്കസ് ചെയ്യുന്നു, ഭരണഘടന ഡിസ്കസ് ചെയ്യുന്നു, എന്നിട്ട് MRTP ഡിസ്കസ് ചെയ്യുന്നു, എന്നിട്ട് ഇതിന്റെ ആൻസർ നമ്മൾ ഒന്നുകൂടി ഡിസ്കസ് ചെയ്യുന്നു. ഇതാണ് നമ്മൾ ഇത് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഇത്രയും കാര്യം ഓക്കെ അല്ലേ? ഇത്രയും കാര്യം ഡൺ അല്ലേ? ഫൈൻ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ആൻസർ നിങ്ങൾക്ക് കിട്ടി. നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്നത് 6th ഷെഡ്യൂളിനെ കുറിച്ചാണ്. സാർ പറഞ്ഞിരിക്കുന്ന MRTP ആണ്, പഠിക്കുന്നത് 6th ഷെഡ്യൂളാണ്. രണ്ടും തമ്മിൽ എന്തുള്ളത്, ബന്ധമുള്ളത്. അതുകൊണ്ടാണ് ആദ്യം ഞാൻ പറഞ്ഞത് നമ്മൾ പഠിക്കുന്നത് കോൺസ്റ്റിറ്റ്യൂഷൻ ആണ്. കോൺസ്റ്റിറ്റ്യൂഷനിലെ ഷെഡ്യൂൾസ്, അതായത് പട്ടികകൾ എന്ന് പറഞ്ഞ ഭാഗത്തിലുള്ള 6ാം പട്ടികയെ കുറിച്ചാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, അത്രയും കാര്യം ഓക്കെ അല്ലേ? സോ ഫസ്റ്റ് സ്ലൈഡ് ഒന്നും നോക്കിയില്ല, അല്ലെങ്കിൽ ഞാൻ വീണ്ടും വരും. ഓക്കെ, ഫൈൻ. അപ്പൊ നമ്മൾ 6ാം ഷെഡ്യൂളിലുള്ള സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ 4 സംസ്ഥാനങ്ങളുണ്ട്. ഒന്നാമത്തെ സംസ്ഥാനം മേഘാലയ, മിസോറാം, ത്രിപുര, ആസാം. സർ ഇവരുടെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഓക്കെ, ഇന്ത്യക്ക് വേണ്ടി നമ്മളൊരു നിയമം ഉണ്ടാക്കിയെന്ന് വിചാരിക്കും. ഓക്കെ, ആ നിയമം ഇന്ത്യ എല്ലായിടത്തും എന്ത് ചെയ്യണം, അപ്ലിക്കബിൾ ആയിരിക്കണം. ഫോർ എക്സാമ്പിൾ, മാരേജിന് ഒരു ലോ ഉണ്ടാക്കി എന്ന് വിചാരിക്കൂ. ഓക്കെ, കല്യാണം കഴിക്കുന്നതിന് നമ്മൾ കല്യാണം കഴിക്കാൻ പോകുമ്പോൾ നമ്മൾ എന്താ ചെയ്യുക, രജിസ്റ്റർ ഓഫീസിൽ പോയിട്ട് രജിസ്റ്റർ ചെയ്യും. അവർ 30 ദിവസം എന്ത് ചെയ്യും, അത് പബ്ലിഷ് ചെയ്യും. ആർക്കെങ്കിലും എന്തെങ്കിലും എതിർപ്പുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, നോക്കാൻ പറ്റും. എതിർപ്പൊന്നുമില്ല, എല്ലാം ഓക്കെ ആണ് എന്ന് തോന്നുകയാണെങ്കിൽ എന്ത് ചെയ്യാം, നിങ്ങൾക്കൊരു സർട്ടിഫിക്കറ്റ് കിട്ടും. കിട്ടില്ലേ? കിട്ടും. ഇതൊരു പ്രോസസ് അല്ലേ, ഇതൊരു നിയമമല്ലേ? നിങ്ങളുടെ കയ്യിൽ ആ സർട്ടിഫിക്കറ്റ് ഇല്ല എന്ന് വിചാരിക്കൂ, കല്യാണം കഴിച്ച് നിങ്ങളുടെ കയ്യിൽ ആ സർട്ടിഫിക്കറ്റ് ഇല്ല എന്ന് വിചാരിക്കൂ. നിയമപ്രകാരം നിങ്ങളുടെ എന്തെങ്കിലും പ്രൂഫ് ഉണ്ടോ? ഇല്ല. മനസ്സിലായോ? അപ്പൊ ഒരു റൂൾ ഉണ്ട്, കറക്റ്റ്. അങ്ങനെ നിങ്ങൾ ഈ സംസ്ഥാനങ്ങളിലേക്ക് പോയി. ഏത് സംസ്ഥാനങ്ങളിലേക്ക് പോയി? ആസാം, മേഘാലയ, ത്രിപുര, മിസോറാം. അവിടെ പോയപ്പോ ഇത് എൻറ്റയർലി ഡിഫറെന്റ് ആണ്. എൻറ്റയർലി ഡിഫറെന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യയിലുള്ള നിയമങ്ങളൊന്നും നമുക്ക് അവിടെ എന്ത് ചെയ്യുന്നില്ല, ബാധകമായിട്ട് കാണുന്നില്ല. സർ മനസ്സിലായില്ല? എന്തിനാ അത്? ഇതൊക്കെ ഇന്ത്യയിലുള്ള സാധനം തന്നെയല്ലേ? അത് നമുക്ക് മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ആ വാക്കിന്റെ പേരാണ് ഗോത്രവർഗക്കാർ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഷെഡ്യൂൾഡ്
ട്രൈബ്സ്. ഓക്കെ, അപ്പൊ ഷെഡ്യൂൾഡ് ട്രൈബ്സ് എന്താണ് എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്തായി ഇതിന്റെ എല്ലാത്തിന്റെയും ഡെഫിനിഷൻ നമ്മുടെ കയ്യിൽ കിട്ടും. അപ്പൊ നമ്മൾ ഇത്രയും നേരം പറഞ്ഞ കാര്യം എന്താ? ഭരണഘടനയിൽ ഒരു പട്ടികയുണ്ട്. ആ പട്ടികയുടെ പേരെന്താ? ആറാം പട്ടിക. ആ ആറാം പട്ടികയിൽ 4 സംസ്ഥാനങ്ങളുണ്ട്. ഒന്നാമത്തെ സംസ്ഥാനം മേഘാലയ, രണ്ടാമത്തെ സംസ്ഥാനം മിസോറാം, മൂന്നാമത്തെ സംസ്ഥാനം ത്രിപുര, നാലാമത്തെ സംസ്ഥാനം അസം. അസം, മേഘാലയ, ത്രിപുര, മിസോറാം, ഇങ്ങനെ 4 സംസ്ഥാനങ്ങൾ എവിടെയുണ്ട്? ആറാം ഷെഡ്യൂൾ ഉണ്ട്. ഇതിനെല്ലാത്തിനെയും കൂടി നമ്മൾ ഈ നോർത്ത് ഈസ്റ്റ് എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യും? ഒരു വിഭാഗം വെച്ചിട്ടുണ്ട്. 7 സിസ്റ്റേഴ്സ് എന്നൊക്കെ നമ്മൾ പഠിക്കില്ലേ, അവിടെ നമ്മൾ വെച്ചിട്ടുണ്ട്. അതിലുള്ള എല്ലാവരും ഇല്ല. ദീ കിടക്കുന്ന ആസാം, ഓക്കെ, ദീ കിടക്കുന്ന മിസോറാം, ദീ കിടക്കുന്ന ത്രിപുര, ഈ പിന്നെന്താ ഉള്ളത്? ദീ കിടക്കുന്ന മേഘാലയ. എവിടെ മേഘാലയ? ദാ മേഘാലയ, ഈ കിടക്കുന്ന മേഘാലയ. ഈ 4 സംസ്ഥാനങ്ങൾക്കാണ് ഈ ആറാം പട്ടിക ബന്ധപ്പെട്ടിട്ടുള്ളത്. ഇത്രയും കാര്യം മനസ്സിലായോ? മനസ്സിലായി. എന്നിട്ട് ഞാൻ എന്താണ് ഇവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്? അതായത് ഭരണഘടനയില് നിയമപ്രകാരം നമ്മൾ എന്തെങ്കിലും ഒരു നിയമം ഉണ്ടാക്കുകയാണെങ്കിൽ, നമ്മൾ എന്ന് വെച്ചാൽ ആരാ? പാർലമെന്റ്. പാർലമെന്റ് എവിടെയാ ഉള്ളത്? ഡൽഹിയില്. അപ്പൊ ഡൽഹിയിലുള്ള പാർലമെന്റ് എന്തെങ്കിലും ഒരു നിയമം ഉണ്ടാക്കി എന്ന് വിചാരിക്കൂ. ആ നിയമം ഇന്ത്യ മുഴുവൻ എന്താണ്? ബാധകമാണെന്നാണ് പറയുക. പക്ഷെ എവിടെ ബാധകമല്ല? അസാം, മേഘാലയ, ത്രിപുര, മിസോറാം എന്നീ 4 സംസ്ഥാനങ്ങളിൽ ബാധകമല്ല. ആർക്ക് ബാധകമല്ല എന്ന് ചോദിച്ചാലുള്ള ഉത്തരവാണ് ഗോത്രവർഗക്കാരുള്ള ഭാഗങ്ങൾക്ക് ബാധകമല്ല. അപ്പൊ നമുക്ക് ഇനി എന്താ അറിയേണ്ടത്? ഈ ആരാണ് ഈ ഗോത്രവർഗക്കാർ, ആരാണ് ഈ ഷെഡ്യൂൾഡ് ട്രൈബ്സ് എന്നാണ് അറിയേണ്ടത്. അതിനു വേണ്ടിയിട്ട് നമുക്ക് രണ്ടാളെ മനസ്സിലാക്കണം. എപ്പോഴും നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു വാക്കാണ് SC/ST, അതായത് ഷെഡ്യൂൾഡ് കാസ്റ്റ്, ഷെഡ്യൂൾഡ് ട്രൈബ്സ്. നമുക്ക് ആദ്യം ഷെഡ്യൂൾഡ് കാസ്റ്റിനെ മനസ്സിലാക്കാം. എന്നാൽ ഷെഡ്യൂൾഡ് ട്രൈബ് മനസ്സിലാക്കാൻ എന്തായിരിക്കും? എളുപ്പമായിരിക്കും. ഷെഡ്യൂൾഡ് കാസ്റ്റ് ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറയാൻ പോകുന്നത് അവർ നമുക്കിടയിൽ ജീവിക്കുന്ന കുറച്ച് ആളുകളാണ്. അവർ ജനിച്ചു വീണ ജാതിയുടെ പേരിൽ നമ്മൾ സാധാരണഗതിയിൽ അനുഭവിക്കുന്ന ആവശ്യങ്ങൾക്ക് അവർക്ക് എന്തില്ല? അവർക്ക് അതൊന്നും തീരുന്നുണ്ട്, അവരെ ഒഴിവാക്കിയിട്ടുണ്ട്. സാധാരണഗതിയിൽ നമുക്ക് കിട്ടുന്ന കാര്യങ്ങൾ എന്തൊക്കെയാ? സ്കൂളിൽ പോകാം, അവരെന്ത് പറഞ്ഞു? സ്കൂളിൽ കേട്ടില്ല എന്ന് പറഞ്ഞു. എവിടെ വേണമെങ്കിൽ നമുക്ക് വെള്ളം കുടിക്കാം, അവരെന്ത് പറഞ്ഞു? ഇന്ന കിണറ് നിങ്ങൾ ഉപയോഗിക്കരുതെന്ന് പറഞ്ഞു. അമ്പലത്തിൽ കയറാം, അവരോട് എന്ത് പറഞ്ഞു? നിങ്ങൾ താഴ്ന്ന ജാതിയിലായതുകൊണ്ട് അമ്പലത്തിൽ കയറരുത് എന്ന് പറഞ്ഞു. അവരുടെ ആഗ്രഹം എന്താന്ന് ചോദിച്ചാൽ ഞങ്ങൾ എന്താ പറയാ? നമ്മളെല്ലാവരെയും പോലെ സാധാരണ മനുഷ്യരായിട്ട് എന്ത് ചെയ്യുക? ജീവിക്കുക. എല്ലാ സ്ഥലത്തും എന്ത് ചെയ്യണം? കയറാൻ പറ്റണം. എല്ലാ സ്ഥലത്തും എന്ത് ചെയ്യണം? ഒരു സാധാരണ മനുഷ്യന് കിട്ടുന്ന എല്ലാ പരിഗണനയും എന്ത് ചെയ്യണം? അവർക്കും കിട്ടണം. വിദ്യാഭ്യാസം ഉണ്ടെങ്കിൽ എല്ലാവർക്കും എന്ത് ചെയ്യണം? വിദ്യാഭ്യാസം കിട്ടണം. നല്ല വീടുണ്ടെങ്കിൽ അവർക്കും എന്ത് ചെയ്യണം? അവർക്കും ആ വീട് കിട്ടാനുള്ള ഓപ്പർച്യൂണിറ്റി കിട്ടണം. മനസ്സിലായോ? ഇനി രണ്ടാമത്തെ ആളുടെ പേരാണ് ഷെഡ്യൂൾഡ് ട്രൈബ്സ്. ഈ ഷെഡ്യൂൾഡ് ട്രൈബ്സ് എന്ന് പറഞ്ഞ വിഭാഗം ഒരിക്കലും നമ്മുടെ ഇടയിലല്ല ജീവിക്കുന്നത്. അവരൊരു കാട്ടിലോ ഒരു മരുഭൂമിയിലോ അല്ലെങ്കിൽ എന്താണ് ഒരു പുൽമേട്ടിലോ ആരും ഇല്ലാത്ത ഒരു സ്ഥലത്ത് പോയിട്ടാണ് അവർ ജീവിക്കുക. എന്ന് വെച്ചാൽ അവരുടെ ആഗ്രഹം നമ്മളെ പോലെ ഐഫോൺ വാങ്ങണമെന്നോ അല്ലെങ്കിൽ സിനിമയ്ക്ക് പോകണമെന്നോ അല്ലെങ്കിൽ നമ്മൾ പഠിക്കുന്ന പോലെ പഠിച്ചതിന് ശേഷം കാനഡയ്ക്ക് പോകണമെന്നോ ഒന്നും അവർക്ക് ആഗ്രഹമില്ല. അവരുടെ ആഗ്രഹം അവർക്കൊരു കാടുണ്ട്, അവർക്കൊരു മരുഭൂമിയുണ്ട്, അവർക്കൊരു ആവാസ വ്യവസ്ഥയുണ്ട്. അതിന്റെ ഉള്ളില് ബാക്കി ആരും വരാതെ സമാധാനത്തോടെ അവർക്ക് എന്ത് ചെയ്യണം? ജീവിക്കണം. നിങ്ങൾ ഞങ്ങൾക്ക് ഇലക്ട്രിസിറ്റി തന്നില്ലെങ്കിൽ ഞങ്ങൾക്ക് യാതൊരു കുഴപ്പമില്ല. നിങ്ങൾ ഞങ്ങൾക്ക് എന്താണ് സിമന്റ് ഇട്ട വീട് തന്നില്ലെങ്കിലും യാതൊരു കുഴപ്പമില്ല. ഒരു കുഴപ്പമില്ല, നോ പ്രോബ്ലം. പക്ഷെ നിങ്ങൾ ഞങ്ങളുടെ സ്ഥലത്തോട്ട് വന്നിട്ട് എന്ത് ചെയ്യരുത്? പ്രശ്നം ഉണ്ടാക്കരുത്. അതുകൊണ്ട് ഞങ്ങൾ എന്ത് ചെയ്യുക? ദയവ് ചെയ്ത് വെറുതെ വിടുക. ഞങ്ങൾക്ക് ഞങ്ങളുടേതായ ആചാരങ്ങളുണ്ട്. ഇപ്പൊ നമ്മുടെ ലാലേട്ടൻ പറയില്ലേ, എത്ര മനോഹരമായ ആചാരങ്ങൾ, ഇങ്ങനെയുള്ള ആചാരങ്ങൾ വൈകിട്ടും ഉണ്ടാവുമോ എന്തോ എന്ന് പറഞ്ഞില്ലേ? ഓക്കെ അല്ലേ? ചിത്ര സിനിമയില് അതേപോലെ ആ മനോഹരമായ ആചാരങ്ങളുള്ള പ്രധാനപ്പെട്ട സംസ്ഥാനങ്ങളാണ് എന്ത്? അസാം, മേഘാലയ, ത്രിപുര, മിസോറാം. ഇനി അടുത്ത ഡൗട്ട്, സോ ഇവിടെ മാത്രമേ ഷെഡ്യൂൾഡ് ട്രൈബ്സ് ഉള്ളൂ? നമ്മളെ പാലക്കാട് ഉണ്ടല്ലോ ഷെഡ്യൂൾഡ് ട്രൈബ്സ്.
സമ്മതിച്ചു. പക്ഷെ ഒരു സംസ്ഥാനം എടുക്കുമ്പോൾ ആ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഷെഡ്യൂൾഡ് ട്രൈബ്സ്, അതായത് ഗോത്രവർഗക്കാർ വളരെ കൂടുതലുള്ള 4 സംസ്ഥാനങ്ങൾ ഉണ്ട്. ആ സംസ്ഥാനങ്ങളാണ് അസം, മേഘാലയ, ത്രിപുര, മിസോറാം. ഇത്രയും മനസ്സിലായോ? അതുകൊണ്ട് ഭരണഘടനയുടെ ആർട്ടിക്കിൾ 244, ആർട്ടിക്കിൾ 275 എന്നിവയ്ക്ക് കീഴിൽ എന്ത് കൊടുത്തു? ഒരു പ്രത്യേക വ്യവസ്ഥ കൊടുത്തു. ആ പ്രത്യേക വ്യവസ്ഥയാണ് ഞാൻ എന്തു പറഞ്ഞത്? നമ്മളൊരു നിയമം ഉണ്ടാക്കുകയാണെങ്കിൽ, ഇന്ത്യൻ ഗവൺമെന്റ് ഒരു നിയമം ഉണ്ടാക്കുകയാണെങ്കിൽ, ഈ 4 സംസ്ഥാനങ്ങളിലെ ഗോത്രവർഗക്കാർക്ക് അത് ബാധകമാണോ അല്ലയോ എന്ന് എന്ത് ചെയ്യണം? തീരുമാനിക്കണം. എന്നിട്ട് മാറ്റങ്ങൾ വരുത്തണം. അവർക്ക് ഇഷ്ടമില്ലെങ്കിൽ എന്ത് ചെയ്യാം? ആ നിയമം വേണ്ടാന്ന് വെക്കാം. അവർക്ക് അവരുടേതായ ആചാരങ്ങളുണ്ട്. അവരുടെ അവകാശങ്ങൾ നമ്മൾ എന്ത് ചെയ്യും? സംരക്ഷിക്കും. ഇതൊക്കെ എവിടെയാ എഴുതിയിരിക്കുന്നത്? 2 ആർട്ടിക്കിൾ. ഒന്നാമത്തെ ആർട്ടിക്കിൾ ആർട്ടിക്കിൾ 244, രണ്ടാമത്തെ ആർട്ടിക്കിൾ ആർട്ടിക്കിൾ 275. ഇത്രയും കാര്യം ഓക്കെ ആണോ? ഫൈൻ. ആരാണ് സാർ ഇവർക്ക് ഈ അവകാശങ്ങളൊക്കെ കൊടുത്തത്? ഭരണഘടന. ആരാണ് സാർ ആ ഭരണഘടന ഉണ്ടാക്കിയത്? ഭരണഘടനാ അസംബ്ലി. അപ്പൊ 1949 ഭരണഘടനാ അസംബ്ലി എന്ത് ചെയ്തു? 6ാം ഷെഡ്യൂൾ പാസ്സാക്കി. എന്നിട്ട് എന്ത് പറഞ്ഞു? വടക്ക് കിഴക്കൻ, അതായത് നോർത്ത് ഈസ്റ്റ് മേഖലകൾക്ക് എന്ത് പറഞ്ഞു? സ്വയം ഭരണ അവകാശം കൊടുത്തു. സ്വയം ഭരണാവകാശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വന്തമായിട്ട് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? അധികാരങ്ങളും അവകാശങ്ങളും തീരുമാനിക്കാൻ പറ്റും. അവർക്ക് സ്വന്തമായിട്ട് എന്തുണ്ട്? മാരേജ് റൂൾസ് ഉണ്ട്. അവർക്ക് സ്വന്തമായിട്ട് എന്തുണ്ട്? മണി റൂൾസ് ഉണ്ട്. നമ്മുടെ മണി ചിലപ്പോൾ അവർ യൂസ് ചെയ്തൊന്നും വരില്ല. അവർക്ക് സ്വന്തമായിട്ട് എന്തുണ്ട്? ലാൻഡ് റൂൾസ് ഉണ്ട്. അതൊക്കെ അവർക്ക് എന്ത് ചെയ്യാം? സ്വന്തമായിട്ട് ഉണ്ടാക്കാം. അതിന്റെ ഇടയിൽ കയറി നമ്മളെ ഇടവരുത്. അങ്ങനെയാണെങ്കിൽ അവരുടെ ഭൂമി ആർക്കുള്ളതാ? അവർക്കുള്ളതാണ്. അപ്പൊ ഈ സംസ്ഥാനങ്ങളിൽ പോയിട്ട് ഇന്ത്യക്കാരായ നമുക്ക് ഭൂമി വാങ്ങണമെങ്കിൽ എന്ത് ചെയ്യില്ല? പറ്റില്ല. ഓക്കെ, കാര്യം മനസ്സിലായോ? അപ്പൊ അവർക്ക് എന്ത് കൊടുത്തിട്ടുണ്ട്? സ്വയം ഭരണ അവകാശം കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ നിങ്ങൾ ആസാം ഒന്ന് കറങ്ങാൻ പോയി, ഓക്കെ അല്ലേ? അപ്പൊ കറങ്ങാൻ പോയപ്പോ അവിടെ സുന്ദരിയായ ഒരു ആസാമീസ് പെൺകുട്ടിയെ കണ്ടു. അപ്പൊ നിങ്ങൾക്ക് ഒരു ആഗ്രഹം എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട്? കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോഴാണ് പ്രശ്നം മനസ്സിലായത്. പുറമേന്ന് അവരെന്ത് ചെയ്യില്ല? ആളെ എടുക്കില്ല. അപ്പൊ അവരെന്ത് പറഞ്ഞു? ഇത് പറ്റില്ല. ഓക്കെ അല്ലേ? ഇവിടെ എന്താണ്? ഇവിടെ നോ എന്ന് അവരെന്ത് ചെയ്ത് പറഞ്ഞ്. പിന്നെ കാര്യം കഴിഞ്ഞു. ഓക്കെ അല്ലേ? നിയമപരമായിട്ട് എന്ത് ചെയ്യാൻ പറ്റില്ല? കാര്യങ്ങൾ ചെയ്യാൻ പറ്റില്ല. ഇത്രയും മനസ്സിലായോ? ഒരു കാര്യം കൂടി നമുക്ക് ഡിസ്കസ് ചെയ്തിട്ട് ഇതേ കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. നിങ്ങളിപ്പോ ഗൾഫിലോട്ട് പോകുന്നു എന്ന് വിചാരിക്കും. അതായത് ഫോർ എക്സാമ്പിൾ UAEക്കോ അല്ലെങ്കിൽ എവിടേക്കാണ് ഇപ്പൊ എവിടേക്കാ പോവാ നമ്മള്? സൗദിക്ക് പോകണോ? വേണ്ട. ഓക്കെ അല്ലേ? UAEക്കോ ഖത്തറിലേക്കോ പോകണമെന്ന് വിചാരിക്കും. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് വേണം? 1 പാസ്പോർട്ട്, 2 വിസ. പാസ്പോർട്ട് എന്ന് വെച്ചാൽ എല്ലാവരുടെ കയ്യിലും ഉണ്ടാവും. നിങ്ങൾ ഇന്ത്യൻ പൗരനാണ് തെളിയിക്കാനുള്ള ഒരു സാധനം. ഓക്കെ അല്ലേ? വിസ എന്ന് വെച്ചാൽ എന്താ? ഇത്ര ദിവസത്തേക്കാണ് നിങ്ങൾ എന്ത് ചെയ്യുന്നത്? ഈ രാജ്യത്ത് പോകുന്നുള്ളത്. സെയിം ലോജിക്ക് ഇവിടെ അപ്ലിക്കബിൾ ആണ്. എന്ന് വെച്ചാൽ എനിക്ക് അവിടെ പോയിട്ട് എന്താണ്? നല്ല മലകൾ, കാസിരംഗ നാഷണൽ പാർക്ക് ഉണ്ട്, മാജുളി എന്തുണ്ട്, ദ്വീപുണ്ട്. ഇതൊക്കെ കാണാൻ ഒരു ആദ്യം. അപ്പൊ ഞാൻ എങ്ങോട്ട് പോകാൻ തീരുമാനിച്ചു? അസാമിലോട്ട് പോകാൻ തീരുമാനിച്ചു. അപ്പൊ അവർ ആദ്യം എന്ത് പറഞ്ഞ്? ഒരു പെർമിറ്റ് എടുക്കും മോനെ, പെർമിറ്റ് എടുക്കുക. എത്ര ദിവസത്തേക്ക് നീ വരുന്നത്? 5 ദിവസത്തേക്ക്. 5 ദിവസം കഴിഞ്ഞാൽ നീ എന്ത് ചെയ്യണം? തിരിച്ചു വരണം. പിന്നെ ഞാൻ അവിടെ നിന്നാലോ? നിങ്ങൾ വിസ കാലാവധി കഴിഞ്ഞിട്ട് UAE നിൽക്കണമെങ്കിൽ UAE എന്ത് ചെയ്യും? ഒന്നേ നിങ്ങൾ പിടിച്ച് ജയിലിലിടും, അല്ലെങ്കിൽ എന്ത് ചെയ്യും? തിരിച്ച് ഇന്ത്യക്ക് അയക്കും. കറക്റ്റ് അല്ലേ? സെയിം ലോജിക്. തിരിച്ചെന്ത് ചെയ്യും? ഇന്ത്യയിലോട്ട് അയക്കും, അതായത് നമ്മുടെ രാജ്യത്തേക്ക് അയക്കും. ഇല്ലെങ്കിൽ എന്ത് ചെയ്യും? അവിടെ ചെയ്യുന്നു. മനസ്സിലായോ? അപ്പൊ ശിക്ഷയുണ്ടാ? ഉണ്ട്. ഓക്കെ, ഇതെല്ലാം എന്തിനുള്ളതാ? ഗോത്രവർഗക്കാരുടെ അവകാശങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, അതുകൊണ്ടാണ് എന്ത് പറഞ്ഞിരിക്കുന്നത്? 6ാം ഷെഡ്യൂൾ വ്യവസ്ഥ ചെയ്തിരിക്കുന്നത്. ആർട്ടിക്കിൾ ഏതൊക്കെയാ? ആർട്ടിക്കിൾ 244, ആർട്ടിക്കിൾ 275. ഓക്കെ അല്ലേ? ആരാ ഇത് കൊടുത്തത്? ഭരണഘടന. എപ്പോഴാ അത് കൊടുത്തത്? 1949. അതെന്തുണ്ടാക്കിയത്? ഭരണഘടനാ അസംബ്ലി. അത് കൊടുക്കുമ്പോൾ ആർക്കാ കൊടുത്തത്? വടക്ക് കിഴക്കൻ ആദിവാസി മേഖല എന്നാണ് എഴുതിയിട്ടുണ്ടായിരുന്നത്. കാരണം ആസാം മേഖല, ത്രിപുര, മിസോറാം ഒക്കെ പിന്നീട് വന്നതല്ലേ. അപ്പൊ എന്താ എഴുതിയത്? ആദിവാസി മേഖല എന്നാണ് എഴുതിയിട്ടുണ്ടായിരുന്നത്. ഷെഡ്യൂൾഡ് ട്രൈബ് ഉള്ള നോർത്ത് ഈസ്റ്റില് ആദിവാസി മേഖലകളിൽ ഞങ്ങൾ എന്തു തരുന്നു? 6ാം ഷെഡ്യൂൾ തരുന്നു. അത് പ്രകാരം അവർക്ക് എന്ത് കൊടുക്കും? സ്വയം ഭരണ അവകാശം കൊടുക്കും. ഇത്രയും മനസ്സിലായോ? ഇത്രയും മനസ്സിലായി. അപ്പൊ 244ാം അനുച്ഛേദം എന്തിനെ കുറിച്ചാ പറയുന്നത്? ആദിവാസി അല്ലെങ്കിൽ പട്ടിക മേഖലകളുടെ ഭരണത്തെ കുറിച്ചാണ് പറയുന്നത്. ഇത്രയും കാര്യം മനസ്സിലായോ? അപ്പൊ ഏതൊക്കെ സംസ്ഥാനം?
അസാം, മേഘാലയ, ത്രിപുര, മിസോറാം. ഇത്രയും കാര്യം ഓക്കെ ആണോ? അതെ, ഓക്കെ അല്ലേ? അപ്പൊ 244 മനസ്സിലായോ? അവർക്ക് എന്ത് കൊടുത്തിട്ടുണ്ട്? സ്വയംഭരണ അവകാശം കൊടുത്തിട്ടുണ്ട്. ഇനി രണ്ടാമത്തെയാണ് ആർട്ടിക്കിൾ 275. ആർട്ടിക്കിൾ 275 എന്താ പറഞ്ഞത്? കൺസോളിഡേറ്റഡ് ഫണ്ടിൽ നിന്ന് എന്തെങ്കിലും ഗ്രാൻഡ് ഇൻ എയ്ഡ് കൊടുക്കുന്നുണ്ടെങ്കിൽ അതെന്ത് ചെയ്യും? ഈ സംസ്ഥാനങ്ങൾക്ക് കൂടുതലായി കൊടുക്കും. സാമ്പത്തിക സഹായം ആർക്ക് ഫസ്റ്റ് ആയിട്ട് കൊടുക്കണം? ഈ സംസ്ഥാനങ്ങൾക്ക് ഫസ്റ്റ് ആയിട്ട് കൊടുക്കണം. സാർ അപ്പൊ രണ്ടു വാക്ക് ഞങ്ങൾക്ക് മനസ്സിലായില്ല. ഒന്നിന്റെ പേരാണ് കൺസോളിഡേറ്റഡ് ഫണ്ട്, ഒന്നിന്റെ പേരാണ് ഗ്രാൻഡ് ഇൻ എയ്ഡ്. എന്താണ് ഈ സാധനം എന്നൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാവോ? ദാ കിടക്കുന്നു, പിടിച്ചോ. ഓക്കെ അല്ലെ? നിങ്ങൾക്കൊരു ബാങ്ക് അക്കൗണ്ട് ഉണ്ടെന്ന് വിചാരിക്കൂ. ആ ബാങ്ക് അക്കൗണ്ടിൽ നിങ്ങൾക്കുള്ള എല്ലാ വരുമാനവും എടുത്തു വെച്ചിട്ടുണ്ടെന്ന് വിചാരിക്കൂ. നിങ്ങളുടെ വരുമാനം മുഴുവൻ എവിടെയാണ് ഉള്ളത്? ആ ബാങ്ക് അക്കൗണ്ടിലാണ് ഉള്ളത്. നിങ്ങൾക്കൊരു ജോലിയുണ്ട്, നിങ്ങൾക്ക് മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ്മെന്റ് ഉണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നുണ്ട്? സ്വന്തമായിട്ട് വേറെ കൃഷിയുണ്ട്. അപ്പൊ 4-5 വരുമാന രീതിയില്ലേ ഉണ്ട്. അതിൽ ഏതൊക്കെയാണോ വരുമാനം ഉള്ളത് ആ വരുമാനം മുഴുവൻ നിങ്ങൾ എവിടെ എടുത്തു വെച്ചിട്ടുണ്ട്? ഒരു ബാങ്ക് അക്കൗണ്ടിൽ എടുത്തു വെച്ചിട്ടുണ്ട്. ആ ബാങ്ക് അക്കൗണ്ടിന്റെ പേരാണ് കൺസോളിഡേറ്റഡ് ഫണ്ട്. എന്ന് വെച്ചാൽ ഒരു ബിസ്ക്കറ്റ് വാങ്ങുകയാണെന്ന് വിചാരിക്കുക. ബിസ്ക്കറ്റിന്റെ വില 10 രൂപയാണെങ്കിൽ 8 രൂപയാണ് ബിസ്ക്കറ്റിന്റെ യഥാർത്ഥ വില. 2 രൂപ എന്താ? ടാക്സ് ആണ്. ആ ടാക്സ് ആർക്കാ പോകുന്നത്? ഗവൺമെന്റിനാണ് പോകുന്നത്. ഗവൺമെന്റ് സ്വന്തമായിട്ട് ബിസിനസ് ചെയ്യുന്നുണ്ടാ? ഉണ്ടല്ലോ. ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ ആരുടെയാ? ഗവൺമെന്റിന്റെ അല്ലേ? ഓക്കെ അല്ലേ? ഈ സിമ്പിൾ ആയിട്ട് PSC രീതിയിൽ പറയുകയാണെങ്കിൽ ഖാദി ബോർഡ് LDC ഇല്ലേ? അതിലെ ഖാദി ബോർഡ് ആരുടെയാ? PSCയുടെ അല്ലേ? സോറി, PSC അല്ല, ഗവൺമെന്റിന്റെ അല്ലേ? ഓക്കെ അല്ലേ? അതേപോലെ വേറെന്താ ഉള്ളത്? ബെപ്കോ LDC ഇല്ലേ? അപ്പൊ ബെപ്കോ ആരുടെയാ? ബീവറേജസ് കോർപ്പറേഷൻ, ഗവൺമെന്റിന്റെ അല്ലേ? അതെല്ലാം വരുമാനം കിട്ടിയില്ലേ? അത് മുഴുവൻ എടുത്തിട്ട് ബാങ്ക് അക്കൗണ്ടിൽ എടുത്തു വെക്കണ്ടേ? ആ എടുത്തു വെക്കുന്ന സാധനത്തിന്റെ പേരാണ് കൺസോളിഡേറ്റഡ് ഫണ്ട്. ഇത്രയും മനസ്സിലായ? അതിൽ നിന്ന് സംസ്ഥാനങ്ങൾക്ക് സഹായം കൊടുക്കുകയാണെങ്കിൽ അതിന്റെ പേരാണ് ഗ്രാൻഡ് ഇൻ എയ്ഡ്. അങ്ങനെ സഹായം കൊടുക്കുമ്പോൾ ആർക്ക് കൂടുതൽ സഹായം കൊടുക്കണം? 6th ഷെഡ്യൂളിലുള്ളവർക്ക് കൂടുതൽ സഹായം കൊടുക്കണം. അപ്പൊ കൂടുതൽ പൈസ അവർക്ക് കിട്ടുമോ? കിട്ടും. അവർക്ക് സ്വയംഭരണ അധികാരം ഉണ്ട്. ഏതൊക്കെ ആർട്ടിക്കിൾ അത് പറഞ്ഞിരിക്കുന്നത്? ആർട്ടിക്കിൾ 244, ആർട്ടിക്കിൾ 275. 244 എന്തിനെ കുറിച്ചാ പറഞ്ഞത്? സ്വയംഭരണ അവകാശത്തെ കുറിച്ച്. 275 എന്താ പറഞ്ഞത്? കൺസോളിഡേറ്റഡ് ഫണ്ടിൽ നിന്ന് എന്തെങ്കിലും ഒരു പൈസ ഗവൺമെന്റ് കൊടുക്കുകയാണെങ്കിൽ ഫസ്റ്റ് പ്രയോറിറ്റി ആർക്കായിരിക്കണം? 6th ഷെഡ്യൂൾ ഉള്ളവർക്കായിരിക്കണം. ഇത്രയും കാര്യം മനസ്സിലായോ? അപ്പൊ പട്ടികവർഗക്കാരുടെ, ആദിവാസി മേഖലകളുടെ ഭരണം, അതായത് ആദിവാസി മേഖലകളുടെ വികസനം നല്ല രീതിയിൽ നടത്തിയതിനു ശേഷമാണ് നമ്മൾ എന്ത് ചെയ്യുക? ബാക്കിയുള്ളവർക്ക് കൊടുക്കുക. ഇത്രയും കാര്യം ഓക്കെ ആണോ? ഇത് ഭരണഘടനയിൽ എഴുതി വെച്ചാണോ? അതെ, ഓക്കെ അല്ലേ? ഇത്രയും കാര്യം മനസ്സിലായ? മനസ്സിലായി. ഡൺ ആണ്. ഡൺ. എന്റെ അമ്മ, ഇതൊക്കെ ആരാ ഈ പറഞ്ഞത്? ബർദോളോയ് കമ്മിറ്റി. ബർദോളോയ് കമ്മിറ്റി എപ്പോഴാണ് ഉണ്ടായത്? 1947. അപ്പൊ ഈ ബർദോളോയ് കമ്മിറ്റിയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഇത്രയും നേരം പറഞ്ഞ ഡയലോഗ് ഉണ്ടായിരുന്നത്. എന്ന് വെച്ചാൽ ആദിവാസി മേഖലകൾ എന്ത് ചെയ്യണം? വികസിപ്പിക്കണം. അത്രയും മനസ്സിലായില്ലേ? അപ്പൊ സമതലങ്ങളില്, അതായത് പ്ലെയിൻസ്, നമ്മൾ എവിടെ ഇരിക്കുന്നത്? പ്ലെയിൻസ്. അവരെവിടെ ഇരിക്കുന്നത്? ഒരു മലയുടെ മുകളില്. ഓക്കെ അല്ലേ? അപ്പം സമതലങ്ങളിൽ ഇരിക്കുന്ന ആളുകൾ എന്ത് ചെയ്യാൻ പറ്റില്ല? ഈ മലകളുടെയും കാടിന്റെയും ഉള്ളിലിരിക്കുന്ന ആദിവാസി മേഖലകളിൽ പോയി നശിപ്പിക്കാൻ പറ്റില്ല. അവരുടെ ആചാരങ്ങൾ എന്ത് ചെയ്യണം? സംരക്ഷിക്കണം. ഓക്കെ അല്ലേ? എന്ന് പറഞ്ഞത് ആരാണ്? ബർദോളോയ് കമ്മിറ്റിയാണ്. കമ്മിറ്റി എപ്പോഴാ വന്നത്? 1947. ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ എന്ത് കൊണ്ടുവന്നത്? 6ാം ഷെഡ്യൂൾ കൊണ്ടുവന്നത്. ഓക്കെ അല്ലേ? എന്തൊക്കെ ആർട്ടിക്കിൾ അതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഒന്നാമത്തെ ആർട്ടിക്കിൾ 244, രണ്ടാമത്തെ ആർട്ടിക്കിൾ 275. ഇത്രയും കാര്യം ഓക്കെ ആണോ? ഓക്കെ ആണ്. ഓക്കെ അല്ലേ? അപ്പൊ നമുക്കൊരു പ്രാക്ടീസ് ക്വസ്റ്റ്യൻ ചെയ്താലോ? ചെയ്യാം. ഓക്കെ. നമുക്ക് PSCക്ക് എത്ര ടൈപ്പ് ക്വസ്റ്റ്യൻ ഉണ്ട്? 6. ഓക്കെ. അതിൽ നമ്മൾ 6ാമത്തെ ടൈപ്പുള്ള ക്വസ്റ്റ്യൻ ആണ് ചെയ്യുന്നത്. ഈ ക്വസ്റ്റ്യൻ ടൈപ്പ് എന്താ? അനാലിസിസ്. ഈ അനാലിസിസിൽ നമ്മൾ അനാലിസിസ് ടൈപ്പ് 3 ക്വസ്റ്റ്യൻ ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഇന്ന് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, ഫൈൻ. അപ്പൊ ഒരു കൺക്ലൂഷൻ തന്നിട്ടുണ്ട്. കൺക്ലൂഷൻ എന്താ പറഞ്ഞിരിക്കുന്നത്? ദർ ഈസ് എ നീഡ് ഫോർ എ സിസ്റ്റം ഓഫ് അഡ്മിനിസ്ട്രേഷൻ ദാറ്റ് വുഡ് അലൗ ട്രൈബൽ ഏരിയാസ് ടു ബിക്കം ഡെവലപ്പ്. അതായത് ഒരു സിസ്റ്റം ഓഫ് അഡ്മിനിസ്ട്രേഷൻ വേണം, അഡ്മിനിസ്ട്രേഷൻ സിസ്റ്റം വേണം. എന്തിനു വേണ്ടിയിട്ടാ? ട്രൈബൽ ഏരിയാസ്, അതായത് ഏത് തരത്തിലുള്ള ഏരിയാസ്? ആക്ച്വലി നമ്മുടെ എന്താണ്, ഗോത്രവർഗ മേഖല എന്ത് ചെയ്യണം? ഡെവലപ്പ് ചെയ്യണം. എന്നിട്ട് എന്നോട് പറഞ്ഞു എന്താണ്? അസ്യൂം ദ കൺക്ലൂഷൻ ഈസ് കറക്റ്റ്. കൺക്ലൂഷൻ എന്താണ്? കറക്റ്റ് ആണ് എന്നെന്ത് ചെയ്യുക? അസ്യൂം ചെയ്യുക. എന്നിട്ട് താഴെ പറയുന്നവയിൽ എന്താണ് നിങ്ങൾക്ക് ഈ കൺക്ലൂഷനിൽ നിന്ന് ഡിറൈവ് ചെയ്യാൻ പറ്റുക എന്നാണ് ചോദ്യം. ഈ ചോദ്യം മനസ്സിലായോ? നമുക്ക് ഒന്നുകൂടി നോക്കാവേ. ഓക്കെ. ചോദ്യം എന്താ?
ഒരു സ്റ്റേറ്റ്മെന്റ് തന്നിട്ടുണ്ട്. അതാണ് കൺക്ലൂഷൻ. സ്റ്റേറ്റ്മെന്റ് എന്താ? there is a need for a system of administration that would allow tribal areas to become developed. എന്ന് വെച്ചാൽ എന്താ ഉദ്ദേശിക്കുന്നത്? ആക്ച്വലി ഒരു ട്രൈബൽ ഏരിയയെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സിസ്റ്റം ഓഫ് അഡ്മിനിസ്ട്രേഷന്റെ ആവശ്യമുണ്ട് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്നിട്ട് എന്നോട് എന്ത് പറഞ്ഞു? കൺക്ലൂഷൻ ശരിയാണ് എന്ന് പറഞ്ഞു. താഴെ പറയുന്നവയിൽ ഏതാണ് എന്ത് ചെയ്യാൻ പറ്റുക? അതിൽ നിന്ന് ഇൻഫറൻസ് ചെയ്യാൻ പറ്റുക, അതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നതാണ് ചോദ്യം. ഓക്കെ അല്ലെ? ഒന്നാമത്തെ ഇൻഫറൻസ്, ദ സിക്സ് ഷെഡ്യൂൾ അപ്ലൈസ് ടു ദ അഡ്മിനിസ്ട്രേഷൻ ഓഫ് ട്രൈബൽ ഏരിയാസ് ഇൻ ആസാം, മേഘാലയ, ത്രിപുര ആൻഡ് മിസോറാം. ആസാം, മേഘാലയ, ത്രിപുര, മിസോറാമിൽ എന്ത് ചെയ്തിട്ടുണ്ട്? സിക്സ് ഷെഡ്യൂൾ കൊണ്ടുവന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ അവിടെ ഏറ്റവും കൂടുതലുള്ള ആരാ? ട്രൈബൽ ആണ്. അവർക്ക് സെപ്പറേറ്റഡ് അഡ്മിനിസ്ട്രേഷൻ ഉണ്ടോ? ഉണ്ട്. സ്വയം ഭരണ അവകാശം ഉണ്ടോ? ഉണ്ട്. ഓക്കെ അല്ലെ? അപ്പൊ സ്വയം ഭരണ അവകാശം അവർക്ക് കൊടുക്കാൻ വേണ്ടി എന്തുണ്ട്? സിക്സ് ഷെഡ്യൂൾ ഉണ്ട്. അപ്പൊ കൺക്ലൂഷനുമായിട്ട് ഇതിന് ബന്ധമുണ്ടോ? ഉണ്ട്. ഓക്കെ അല്ലെ? അങ്ങനെയാണെങ്കിൽ എനിക്ക് ഈ ഇൻഫറൻസ് അതിൽ നിന്ന് എന്ത് ചെയ്യാൻ പറ്റും? എടുക്കാൻ പറ്റുമോ? പറ്റും. Okay, inference number 2. The Constitutional Assembly in 1949 formulated the sixth schedule was to provide the autonomy to tribal regions of Northeast. അതായത് വടക്ക് കിഴക്കുള്ള ആർക്കാ? ട്രൈബൽ റീജിയൻസിന് ഓട്ടോണമി എന്ന് വെച്ചാൽ സ്വയം ഭരണം കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് ഭരണഘടനാ അസംബ്ലി എന്ത് ചെയ്തു? സിക്സ് ഷെഡ്യൂൾ ഉണ്ടാക്കി. അപ്പൊ എന്റെ ചോദ്യം, ട്രൈബൽ ഏരിയാസിന് അഡ്മിനിസ്ട്രേഷൻ കൊടുക്കണം, സ്വയം ഭരണ സംവിധാനം കൊടുക്കണം, അതിനുള്ളതാണോ സിക്സ് ഷെഡ്യൂൾ? അതെ. അപ്പൊ ഇൻഫറൻസ് 1ഉം ഇൻഫറൻസ് 2ഉം എനിക്ക് കൺക്ലൂഷൻ ഡിറൈവ് എടുക്കാൻ പറ്റുമോ? പറ്റും. അങ്ങനെയാണെങ്കിൽ എന്റെ ആൻസർ എന്താ? ഓപ്ഷൻ സി. ഓക്കെ അല്ലെ? ഓപ്ഷൻ സി ആണ് എന്ത്? എന്റെ ആൻസർ ആയിട്ട് വരുന്നത്. ഇത്രയും കാര്യം മനസ്സിലായോ? ഓക്കെ അല്ലെ? ഓപ്ഷൻ സി ആണ് എന്ത്? എന്റെ ആൻസർ ആയിട്ട് വരുന്നത്. ഇത്രയും കാര്യം ഓക്കെ അല്ലേ? അതെ. മനസ്സിലായി. ഇത് മലയാളത്തിൽ എഴുതിയിട്ടുണ്ട്. ക്ലിയർ അല്ലേ? ക്ലിയർ. ഓക്കെ. അത് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാതോ? ചെയ്യാം. ഓക്കെ. അങ്ങനെയാണെങ്കിൽ കേരളം ഒരു സംസ്ഥാനമാണ്. ഈ സംസ്ഥാനത്ത് ആരാണ് ഭരിക്കുന്നത് വെച്ചാൽ ഞങ്ങൾ എന്ത് പറയും? ഒരു മുഖ്യമന്ത്രി ഉണ്ട്, ഒരു നിയമസഭയുണ്ട്. ആ നിയമസഭയാണ് എന്ത് ചെയ്യുക? ഈ കാര്യങ്ങളൊക്കെ ചെയ്യുക, ഈ കാര്യങ്ങളൊക്കെ ഭരിക്കുക. ശരി, സമ്മതിച്ചു, നോ പ്രോബ്ലം. അപ്പൊ നിങ്ങൾ ഈ 4 സംസ്ഥാനത്ത് പോയി, അവിടെ ഒരു സംവിധാനമുണ്ട്. ആ സംവിധാനത്തിന്റെ പേരാണ് ADC. ഈ ADC എന്ന് വെച്ചാൽ എന്താ? ഏരിയ ഡെവലപ്മെന്റ് കൗൺസിൽസ്. ഓക്കെ അല്ലെ? എന്ന് വെച്ചാൽ എന്താ ഉദ്ദേശിക്കുന്നത്? ജില്ലാ കൗൺസിലുകളും എന്താ പറയാ, പ്രാദേശിക കൗൺസിലുകൾ, ഇങ്ങനെ കൗൺസിൽസ് ഉണ്ട്. ഈ കൗൺസിൽസിലാണ് എന്ത് കൊടുത്തിരിക്കുന്നത്? അധികാരം കൊടുത്തിരിക്കുന്നത്. എന്ന് വെച്ചാൽ അസാമില് മൊത്തം സംസ്ഥാനങ്ങൾക്കുള്ള അധികാരം ഉള്ളതുപോലെ ആർക്കും അധികാരങ്ങളുണ്ട്? ജില്ലകൾക്കും അധികാരങ്ങളുണ്ട്. അപ്പൊ ജില്ലകൾക്ക് അവർക്ക് എന്ത് കൊടുത്തിട്ടുണ്ട്? സ്വയംഭരണ അവകാശം കൊടുത്തിട്ടുണ്ട്. സാർ മനസ്സിലായില്ല. കേരളത്തില് ഒരു സംസ്ഥാന നിയമസഭയ്ക്ക് എന്തൊക്കെ നിയമം പാസ്സാക്കാൻ പറ്റുമോ, എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ, അതിനേക്കാളും കുറച്ചുകൂടി അധികാരം എന്തുണ്ട്? ആദിവാസി ജില്ലകൾക്കുണ്ട്, ADCകൾക്കുണ്ട്. എന്ന് വെച്ചാൽ ഈ 4 സംസ്ഥാനങ്ങളിൽ ഏത് 4 സംസ്ഥാനം എവിടെയായിരിക്കുന്ന വെച്ചാൽ അവിടെ എന്റെ കൂടെ പറഞ്ഞേ, ഏതൊക്കെ 4 സംസ്ഥാനം? അസം, മേഘാലയ, ത്രിപുര, മിസോറാം. ഓക്കെ അല്ലെ? ഈ 4 സംസ്ഥാനങ്ങളില് സംസ്ഥാന ഗവൺമെന്റിനേക്കാളും പവർ ഉള്ളത് ആർക്കാണ്? ADCകൾക്ക്. ജില്ലാ ലെവലിലാണ് കാര്യങ്ങൾ എന്ത് ചെയ്യുന്നത്? കൂടുതൽ ബെറ്റർ ആയി നടക്കുന്നത്. ഓക്കെ അല്ലെ? അതിന്റെ താഴെ എന്തുണ്ട്? ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും അനുസരിച്ചുള്ള അവരുടെ, അതായത് ഷെഡ്യൂൾഡ് ട്രൈബ്സിന്റെ നിയമമുണ്ട്. അതാണ് അവിടെ നടക്കുക. ഇത്രയും കാര്യം മനസ്സിലായോ? അവർക്ക് സ്വയംഭരണ അവകാശം ഉണ്ടോ? ഉണ്ട്. ഓക്കെ അല്ലേ? അപ്പൊ നമുക്കൊരു ക്വസ്റ്റ്യൻ ചെയ്യാവോ? അസേഷൻ റീസൺ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. അസേഷൻ എന്താ? സംസ്ഥാനത്തിനുള്ളിലെ ജില്ലകളാണ് ADCകൾ. കേന്ദ്ര സർക്കാർ അവർക്ക് എന്ത് കൊടുത്തിട്ടുണ്ട്? സ്വയംഭരണ അവകാശം നൽകിയിട്ടുണ്ട്. ഈ അസേഷൻ ശരിയാണോ? ശരിയല്ലേ? ഓക്കെ അല്ലേ? അപ്പൊ സംസ്ഥാനത്തിനുള്ളിലെ ജില്ലകളാണ് ADCകൾ. സാർ ഇന്ന സംസ്ഥാനം എന്ന് പറഞ്ഞിട്ടില്ല. എല്ലാ സംസ്ഥാനത്തും ADCകൾ ഉണ്ടാവില്ല. ഓക്കെ അല്ലേ? അപ്പൊ നമുക്ക് എന്താണ്? അത് ക്ലിയർ ആണ്. സിക്സ് ഷെഡ്യൂളിനെ കുറിച്ചാണ് ഉള്ളത്. കേന്ദ്ര ഗവൺമെന്റ് അവർക്ക് എന്ത് കൊടുത്തിട്ടുണ്ട്? സ്വയംഭരണ അവകാശം കൊടുത്തിട്ടുണ്ട്. എവിടെയാ കൊടുത്തത്? ഭരണഘടനാ അസംബ്ലിയിൽ. സോറി, ഭരണഘടനയിൽ. ഓക്കെ അല്ലേ? റീസൺ, ഭരണഘടനാ അസംബ്ലി രൂപീകരിച്ച ബർദോലോയ് കമ്മിറ്റിയുടെ റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിലാണ് ഇത് ഉണ്ടായിരുന്നത്. ഇത്രയും കാര്യം ഓക്കെ അല്ലേ? അതെ. ഓക്കെ. അപ്പൊ ബർദോലോയ് കമ്മിറ്റി എപ്പോഴാ വന്നത്? 1947. ഈ കാര്യം ഓക്കെ ആണോ? അതെ. അങ്ങനെയാണെങ്കിൽ അസേർഷൻ റീസണും ശരിയാണോ? ശരിയാണ്. നമ്മുടെ സ്ട്രാറ്റജി അനുസരിച്ച് ഇപ്പൊ ഏതൊക്കെ സ്റ്റേറ്റ്മെന്റ് പോയി? സിയും ഡിയും പോയി. ഇനി ഏത് സ്റ്റേറ്റ്മെന്റാ ബാക്കിയുള്ളത്? എയും ബിയും ആണ് ബാക്കിയുള്ളത്. ഓക്കെ അല്ലേ? എയും ബിയിലും എന്താ? എയും ആറും കറക്റ്റ് ആണ്. അപ്പൊ എങ്ങനെയാ അത് ചെയ്യേണ്ടത്?
അസേഷൻ വായിച്ച് നോക്കുക, എന്നിട്ട് എന്ത് ചോദിക്കുക, വൈ, എന്തുകൊണ്ട് എന്ന് ക്വസ്റ്റ്യൻ ചോദിക്കുക. എന്തുകൊണ്ട് എന്നുള്ളതിന്റെ ഉത്തരം എവിടെ കിട്ടണം, റീസണിൽ കിട്ടണം. ഓക്കെ അല്ലെ? കേന്ദ്ര സർക്കാർ അവർക്ക് സ്വയംഭരണ അധികാരം നൽകിയിട്ടുണ്ട്. എന്തുകൊണ്ടാ? ഭരണഘടനാ അസംബ്ലിയിലെ ബർദോലെ കമ്മിറ്റിയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഭരണഘടന തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്, എഴുതിയിട്ടുണ്ട്, എന്ത് കൊടുക്കുക, സ്വയംഭരണം കൊടുക്കുക. അങ്ങനെയാണെങ്കിൽ രണ്ടും ശരിയല്ലേ? രണ്ടിന്റെ എക്സ്പ്ലനേഷൻ അല്ല, അസേഷന്റെ എക്സ്പ്ലനേഷൻ അല്ല റീസൺ ഉള്ളത്. അപ്പൊ എന്താ ആൻസർ? ഓപ്ഷൻ എയും ആറും ശരിയാണ്. ആറാണ് എന്ത് കറക്റ്റ് എക്സ്പ്ലനേഷൻ. ഇത്രയും കാര്യം കറക്റ്റ് ആണോ? ഇത്രയും കാര്യം ഓക്കെ ആണോ? എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും, എന്ത് ചെറിയ ഡൗട്ട് ആണെങ്കിൽ എന്ത് ചെയ്യുക, ചോദിക്കുക. ക്ലിയർ അല്ലേ? ക്ലിയർ. അപ്പൊ എന്താണ് ഈ ജില്ലാ കൗൺസിലുകൾക്കുള്ള അധികാരങ്ങൾ? അപ്പൊ നമുക്ക് എന്ത് മനസ്സിലായി ഇപ്പോ? ഈ 4 സംസ്ഥാനങ്ങളിൽ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ ADCകൾ ഉണ്ട്, ജില്ലാ കൗൺസിൽ ഉണ്ട്, പ്രാദേശിക കൗൺസിൽ ഉണ്ട്. അവർക്ക് എന്ത് കൊടുത്തിട്ടുണ്ട്? സ്വയംഭരണ അതൊക്കെ കൊടുത്തിട്ടുണ്ട്. എന്തിനൊക്കെ ചെയ്യാം? ദാ കിടക്കുന്നു ഭൂമി, ദാ കിടക്കുന്നു വനം, ദാ കിടക്കുന്നു കനാൽ വെള്ളം, കൃഷി, ഗ്രാമഭരണം, സ്വത്തവകാശം, വിവാഹം, വിവാഹമോചനം, സാമൂഹ്യ ആചാരങ്ങൾ. ഇനി എന്താണ് വേണ്ടത് സുഹൃത്തുക്കളെ? എന്താണ് വേണ്ടത്? എല്ലാത്തിന്റെ അധികാരം ആർക്ക് കിട്ടിയിട്ടുണ്ട്? ഈ ADCകൾക്ക് കിട്ടിയിട്ടുണ്ട്. ഇതിന്റെ എല്ലാ നിയമങ്ങളുടെയും അനുമതി അവർ ആരോട് ചോദിക്കും? ഗവർണറോട് ചോദിക്കും. അപ്പൊ ഇവർക്ക് എന്ത് ചെയ്യാം? നേരിട്ട് ഗവർണറുമായിട്ട് ഡീൽ ചെയ്യാം. എന്റെ ഒരു ചോദ്യം, കേരളത്തിലെ ഒരു പഞ്ചായത്തിന് നേരിട്ട് ഗവർണറുമായിട്ട് ഡീൽ ചെയ്യാൻ പറ്റുമോ? കേരളത്തിലെ ഒരു ജില്ലാ പഞ്ചായത്തിന് നേരിട്ട് ഗവർണറുമായി ഡീൽ ചെയ്യാൻ പറ്റുമോ? ഇല്ലല്ലോ. പക്ഷെ ഈ സംസ്ഥാനങ്ങളിൽ പോവുകയാണെങ്കിൽ അവിടെയുള്ള പഞ്ചായത്തിനും അവിടെയുള്ള ജില്ലാ പഞ്ചായത്തിനും എന്ത് ചെയ്യാൻ പറ്റും? നേരിട്ട് ഗവർണറുമായി കാര്യങ്ങൾ ഡീൽ ചെയ്യാൻ പറ്റും. മനസ്സിലായ? അപ്പൊ സംസ്ഥാനത്തിനുള്ളിൽ തന്നെ എന്തുണ്ട്? സെപ്പറേറ്റ് സ്വയംഭരണം ഉള്ള ആളുകളുണ്ട്. അവരാരാ? ഗോത്രവർഗക്കാരാണ്. ഇത്രയും മനസ്സിലായോ? എന്ന് വെച്ചാൽ ഗോത്രവർഗക്കാർക്കിടയിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായി, അടിപിടി, ജഗട അങ്ങനെ ഉണ്ടായി കഴിഞ്ഞാൽ എവിടെ പോകും? കോടതിയിൽ പോകും. ഇല്ല സാറേ, അവിടെ കോടതിയും ഇല്ല, ഒരു സംഭവവും ഇല്ല. ആരാ തീരുമാനിക്കുക? ഒരു മൂപ്പനുണ്ട്. ആ മൂപ്പൻ വന്നിട്ട് എന്ത് പറയും? ദാ കിടക്കുന്നു, അവനാണ് തെറ്റുകാരൻ, അവനെ പിടിച്ചെന്ത് ചെയ്യുക? പട്ട് ചാട്ടവാറിനടിക്കുക എന്നാണ് അവരുടെ ആചാരങ്ങൾ. എങ്കിൽ എന്ത് ചെയ്യുക? ആ സാധനം ചെയ്യുക. അതേ ചിത്രത്തിലുള്ളത്. ഓക്കെ അല്ലേ? എന്തെങ്കിലും ഒരു പെൺകുട്ടി അവിടെ എന്തെങ്കിലും എന്താ പറയാ പ്രോബ്ലം എന്തെങ്കിലും ആണെങ്കിൽ എന്ത് ചെയ്യണം? ആ മണി അടിക്കണം എന്ന് പറഞ്ഞ ഓർമ്മയുണ്ടാ? ഓക്കെ അല്ലേ? എന്നിട്ടല്ലേ നമ്മുടെ ഹീറോയിൻ പോയിട്ട് എന്ത് ചെയ്യുക? ഞാൻ ലാലേട്ടനെ ഒരുപാട് എന്ത് ചെയ്തു, വിഷമിപ്പിച്ചു, അവിടെ ഞാൻ എന്ത് ചെയ്യണം? മണി അടിക്കാൻ വേണ്ടിട്ട് തല കൊണ്ട് മണി അടിച്ച് സാധനങ്ങളൊക്കെ ചെയ്യില്ലേ? ആ സാധനം ഓർമ്മയില്ലേ? ആ ആചാരങ്ങൾ എന്ത് ചെയ്യുക? നടക്കുക. അവിടെ പോയിട്ട് IPC CRPC ഇപ്പൊ എന്താണ്, ഇപ്പൊ വന്നിരിക്കുന്നത് എന്താണ്? ആക്ച്വലി പുതിയ നിയമം. ഓക്കെ, 2024 ഓക്കെ എന്നൊക്കെ പറഞ്ഞ അവരെന്ത് പറയും? നടക്കൂല മോനെ, നടക്കൂല. ഇവിടെ എന്താണ്? സെപ്പറേറ്റ് ആണ്. സർ അപ്പൊ അപ്പീൽ പോകാൻ പറ്റില്ലേ? പോകാ. എവിടെ? നേരിട്ട് ഹൈക്കോടതി. ഓക്കെ ആണല്ലോ സർ. അപ്പൊ നമ്മുടെ നാട്ടിൽ എങ്ങനെയാ സിറ്റുവേഷൻ? നമ്മൾ ആദ്യം മുൻസിഫ് കോടതിയിൽ പോകും, എന്നിട്ട് എന്ത് ചെയ്യും? അവിടെ നിന്ന് എന്ത് ചെയ്യും? ആക്ച്വലി സബ് ഡിസ്ട്രിക്ട് കോടതിയിൽ പോകും, എന്നിട്ട് എന്ത് ചെയ്യും? ജില്ലാ കോടതിയിൽ പോകും, എന്നിട്ടാണ് എന്ത് ചെയ്യുക? ഹൈക്കോടതിയിൽ പോവുക. അവിടെ എത്തുമ്പോഴേക്കും എന്തുണ്ടാവും? ഒരു 10 വർഷമായിട്ടുണ്ടാവും. പക്ഷെ ഇവർക്ക് നേരിട്ട് എന്ത് ചെയ്യാൻ പറ്റും? ഹൈക്കോടതി പറ്റും. എന്നിട്ട് ഹൈക്കോടതിക്ക് ഇവരുടെ കീഴിൽ എന്തൊക്കെ അധികാരം വരുത്തിയിട്ടുണ്ടെന്ന് ആര് പറയും? ഗവർണർ പറയും. അങ്ങനെയാണെങ്കിൽ എന്റെ ചോദ്യം, അപ്പൊ ആ മൂപ്പം പറഞ്ഞല്ലേ കറക്റ്റ്? ഓക്കെ ആണല്ലോ. ഫോർ എക്സാമ്പിൾ, ഒരു പഴയ പ്രിയദർശൻ സിനിമയോ തേന്മാവി കൊമ്പത്തോ അല്ലെങ്കിൽ എന്താ പഴയ ഒരു തമിഴ് സിനിമയൊക്കെ ഉണ്ട്, നാട്ടാമ എന്നൊക്കെ പറഞ്ഞിട്ട്. അതിലെന്തുണ്ടാവും? ഒരു ആളുണ്ടാവും, അടുത്തൊരു ചൊമ്പുണ്ടാവും. ആ പുള്ളി എന്ത് ചെയ്യും? ഈ കേസെല്ലാം കേട്ടിട്ട് എന്ത് ചെയ്യും? ആ വിധി വിധിക്കും. നാട്ടാമ പറഞ്ഞാണ് എന്ത് ഫൈനൽ എന്ന് പറയും. ആ സിസ്റ്റം മനസ്സിലായ? ആ സിസ്റ്റമാണ് അവിടെ ഉള്ളത്. ആ നാട്ടാമനെക്കാളും കൂടുതൽ എവിടേക്കാ പോവുക? ഹൈക്കോടതിക്ക്. ഇത്രയല്ലേ? ആ ജില്ലയിൽ പ്രൈമറി സ്കൂൾ വേണം, ഡിസ്പെൻസറി വേണം, മാർക്കറ്റ് വേണം, ഫെറി വേണം, ഫിഷറീസ് വേണം, റോഡ് വേണം, എന്തുണ്ടാക്കാനും നിർമ്മിക്കാനും ഒക്കെ ആർക്ക് പറ്റും? ആ കൗൺസിലിന് പറ്റും. അപ്പൊ ഗോത്രവർഗക്കാരല്ലാത്തതായിട്ടുള്ള പണ ഇടപാടും കച്ചവടം എന്ന് വെച്ചാൽ ഞാനും നിങ്ങളും കൂടി എന്ത് ചെയ്തു? അവിടേക്ക് ടൂർ പോയി. ഓക്കെ അല്ല? അപ്പൊ നമ്മൾ എന്ത് പൈസയാണ് കൊടുക്കേണ്ടത്, എന്തൊക്കെ സാധനങ്ങൾ കൊടുക്കാൻ പറ്റും, എന്തൊക്കെ സാധനങ്ങൾ വാങ്ങാൻ പറ്റും, എന്തൊക്കെയാണ് അവർക്ക് ചെയ്യുക എന്നെല്ലാം ആര് തീരുമാനിക്കാം? ഈ ജില്ലാ കോടതിക്ക് തീരുമാനിക്കാം. അല്ല, ഈ ജില്ലാ കൗൺസിൽ എന്ത് ചെയ്യാം? തീരുമാനിക്കാം. അപ്പൊ അവര് പറയാണ്, ഒരു വര വരച്ചിട്ട് ഈ വരയുടെ അപ്പുറത്ത് എന്ത് ചെയ്യരുത്? വരരുത്. ഈ വരയുടെ അപ്പുറത്ത് എന്താണ്? ഞങ്ങളുടെ ഏരിയ ആണെന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യരുത്? നിങ്ങൾ വരയുടെ അപ്പുറത്ത് പോണ്ട. ഓക്കെ അല്ലേ? നമ്മൾ വരയുടെ അപ്പുറത്ത് പോണ്ട. ആ വരയുടെ ഇപ്പുറത്ത് നിന്നിട്ട് എന്ത് ചെയ്യുക? എല്ലാ സ്ഥലങ്ങളും കണ്ട് ആസ്വദിച്ചിട്ട് തിരിച്ചു വരിക. ഇത്രയും മനസ്സിലായോ? ഓക്കെ അല്ലേ? അവർക്ക് സ്വന്തമായിട്ട് എന്ത് ചെയ്യാം? ഭൂനികുതി ചുമത്താം. അവർക്ക് സ്വന്തമായിട്ട് എന്ത് ചെയ്യാം? ടാക്സ് ചുമത്താം. ഇനി എന്ത് അധികാരമാണ് വേണ്ടത് നോക്കാം. ഇനി എന്ത് അധികാരമാണ് വേണ്ടത്?
സ്വന്തമായി ടാക്സ് ചുമത്താം, എന്താ ചുമത്താം. ഏറ്റവും ഇമ്പോർട്ടന്റ് പറയുന്നത് പാർലമെന്റിന്റെയോ സംസ്ഥാന നിയമസഭയുടെ നിയമങ്ങൾ എന്തല്ല ഈ സ്വയം ഭരണാധികാരമുള്ള ജില്ലകൾക്കും പ്രദേശങ്ങൾക്കും ബാധകമല്ല. 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 ഇത്രയും മനസ്സിലായോ? ഈ സ്വയം ഭരണ അധികാരമുള്ള ജില്ലകൾക്കും പ്രദേശങ്ങൾക്കും എന്തല്ല ബാധകമല്ല. 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 ഇനി ഇവിടെ ഈ ക്വസ്റ്റ്യൻ നമുക്ക് ഒന്നുകൂടി വായിച്ചാലോ? ഓക്കെ അല്ലെ? എവിടെ വന്നിട്ടുള്ള ആ പഞ്ചായത്ത് സെക്രട്ടറിക്കൊണ്ടുള്ള ക്വസ്റ്റ്യൻ ഒന്നുകൂടി വായിച്ചാലോ? ഓക്കെ. MRTP നിയമമാണ്. സി വായിച്ചേ. ആസാം ഒഴികെയുള്ള എല്ലാ സംസ്ഥാനങ്ങളെയും ഈ നിയമം ഉൾക്കൊള്ളുന്നു. ഇപ്പോൾ പഠിച്ചത് വെച്ച് ആസാം മാത്രമാണോ? അല്ല. ആസാം, മേഘാലയ, മിസോറാം, ത്രിപുര അവരെല്ലാവരും വരില്ലേ? ഇപ്പൊ പഠിച്ചു വെച്ചിട്ടാ നമ്മൾ വീണ്ടും ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ പഠിച്ചു വെച്ചിട്ട്. അപ്പൊ എന്റെ ചോദ്യം, ക്വസ്റ്റ്യൻ വന്നത് എവിടെന്നാ? എക്കണോമിക്സ് എന്നാണ്. പക്ഷെ ഇതിന്റെ അപ്ലിക്കേഷൻ എവിടെന്നാ വന്നിരിക്കുന്നത്? കോൺസ്റ്റിറ്റ്യൂഷൻ എന്നാണ്. ഈ കോൺസ്റ്റിറ്റ്യൂഷനിലെ ഈ കാര്യം നിങ്ങൾക്ക് അറിയുവാണെങ്കിൽ നിങ്ങൾ ഉത്തരം എന്താ? ഓപ്ഷൻ സി ആണ്. കാര്യം മനസ്സിലായോ? ഓക്കെ അല്ലേ? അപ്പൊ എന്തുകൊണ്ടാണ് ഇങ്ങനെ പഠിപ്പിച്ചെന്ന് മനസ്സിലായോ? ആക്ച്വലി കഴിഞ്ഞിട്ടില്ല. ഓക്കെ അല്ലേ? ഇത് നമ്മൾ വീണ്ടും ഡിസ്കസ് ചെയ്യും. ഇത്രയും കാര്യം മനസ്സിലായ? ഇത്രയും കാര്യം ഓക്കെ ആണോ? ഡൺ അല്ലേ? എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ചോദിക്കണേ. ഓക്കെ ആണ്? അവർക്ക് സ്വന്തമായിട്ട് ഇവിടെ എന്തില്ല? ഇവിടെ അധികാരമൊന്നും ബാധിക്കില്ല. ഓക്കെ അല്ലേ? എന്തെങ്കിലുമൊക്കെ ഒഴിവാക്കലും കാര്യങ്ങൾക്ക് ശേഷമാണ് എന്ത് ചെയ്യുക. അപ്പൊ കുറെ പേർക്ക് ഡൗട്ട്, സോ ഒരു നിയമം ബാധകമല്ലേ? എന്റെ മക്കളെ ഇന്ത്യയും പാകിസ്ഥാനും ചൈനയും കൂടി യുദ്ധമാണെന്ന് വിചാരിക്കും. ആ സമയത്ത് ഇവരെന്ത് ചെയ്യണം? സംരക്ഷിക്കണം. അപ്പൊ രാജ്യസുരക്ഷ അല്ലെങ്കിൽ ഇന്ത്യ ഗവൺമെന്റിനെതിരെ അവരെന്തെങ്കിലുമൊക്കെ പറഞ്ഞു, ഓക്കെ അല്ലേ? രാജ്യത്തിന്റെ ഐക്യം, അഖണ്ഡത അങ്ങനെയൊക്കെ വരുമ്പോൾ എന്ത് ചെയ്യാം? ഇടപെടാം. അല്ലാതെ ഒരു നോർമൽ കാര്യത്തിൽ എന്ത് ചെയ്യരുത്? ഇടപെടരുത്. ഇത്രയും മനസ്സിലായി? ഓക്കെ അല്ലേ? ഇനി അടുത്ത ആളുടെ പേരാണ് ജമ്മു ആൻഡ് കാശ്മീർ. ഓക്കെ. ജമ്മു ആൻഡ് കാശ്മീർ മനസ്സിലായോ? ആർട്ടിക്കിൾ 370. ഓ ഫൈൻ. ആർട്ടിക്കിൾ 370 ഇപ്പൊ ഇല്ല. നമ്മുടെ ക്വസ്റ്റ്യനിലെ വർഷം എപ്പോഴാ? 1969. എന്ന് വെച്ച് കഴിഞ്ഞാൽ 370 ജമ്മു കാശ്മീർ എന്ത് കൊടുക്കുന്നു? പ്രത്യേക പദവി കൊടുക്കുന്നു. അങ്ങനെയാണെങ്കിൽ താഴെ പറയുന്ന അവകാശങ്ങൾ എന്തുണ്ട്? ജമ്മു കാശ്മീരിനുണ്ട്. ജമ്മു കാശ്മീരിനുള്ള അവകാശങ്ങൾ എന്തൊക്കെയാ? അവർക്ക് സ്വന്തമായി ഭരണഘടനയുണ്ട്, സ്വന്തമായി പതാകയുണ്ട്, സ്വന്തമായിട്ടുള്ള ശിക്ഷാ നിയമമുണ്ട്. നമ്മുടെ ശിക്ഷാ നിയമത്തിന്റെ പേരെന്താ? CRPC IPC. ഇപ്പൊ എന്താ? ഭാരതീയ ന്യായ സംഹിത എന്നല്ലേ പേര്. അപ്പൊ ജമ്മു കാശ്മീരിനുള്ള ശിക്ഷാ നിയമത്തിന്റെ പേരാണ് രൺബീർ പീനൽ കോഡ്, RPC. നമ്മുടെ എന്തായിരുന്നു? IPC. IPC എന്ന് വെച്ചാൽ എന്താ? ഇന്ത്യൻ പീനൽ കോഡ്. അവരുടെ എന്താ? RPC. RPC എന്ന് വെച്ചാൽ എന്താ? രൺബീർ പീനൽ കോഡ്. രണ്ടും ഡിഫറെന്റ് ആണ്. ഇന്ത്യക്ക് ഒരു ഭരണഘടന ഉണ്ട്. ജമ്മു കാശ്മീർ ഒരു ഭരണഘടന ഉണ്ട്. ഇന്ത്യക്ക് ഒരു പതാക ഉണ്ട്. ജമ്മു കാശ്മീർ ഒരു പതാക ഉണ്ട്. ഓക്കെ അല്ലേ? സംസ്ഥാന നിയമസഭയുടെ അധികാരമില്ലാതെ സംസ്ഥാനത്തിന്റെ പേരോ അതിരോ എന്ത് ചെയ്യാൻ പറ്റില്ല? മാറ്റാൻ പറ്റൂല. 3 കാര്യങ്ങൾ. ഒന്നിന്റെ പേരാണ് പ്രതിരോധം, വിദേശകാര്യം, ആശയവിനിമയം, അതായത് വാർത്താവിനിമയം. ഈ 3 കാര്യങ്ങളിൽ മാത്രമേ ആർക്ക് ഇടപെടാൻ പറ്റുള്ളൂ? ഇന്ത്യൻ ഗവൺമെന്റിന് ഇടപെടാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഇന്ത്യൻ ഗവൺമെന്റ് ജമ്മു കാശ്മീരിൽ എങ്ങനെയാണ് ഇടപെട്ടിരുന്നത്? ത്രൂ ആർമി. ഇന്ത്യൻ ആർമിയാണ് അവിടേക്ക് എന്ത് ചെയ്യുക? ഇന്ത്യക്ക് വേണ്ടി ഇടപെടുക. പോലീസ് ആരുടെ കയ്യിലാണ്? സ്റ്റേറ്റിന്റെ കയ്യിലാണ്. അപ്പൊ ജമ്മു കാശ്മീർ പോലീസ് ആർക്ക് വേണ്ടി വർക്ക് ചെയ്യുക? ജമ്മു കാശ്മീർ ഗവൺമെന്റിന്. ഇന്ത്യൻ ഗവൺമെന്റ് എങ്ങനെയാണ് അവിടെ ഇടപെടുക? ആർമി. മനസ്സിലായോ? ഇന്ത്യൻ ആർമി എന്തുകൊണ്ട് അവിടെ പോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന കാര്യം മനസ്സിലായോ? വെച്ചിട്ടുണ്ടായിരുന്നത്, ഇപ്പോഴും വെച്ചിരിക്കുന്നത് കാര്യം മനസ്സിലായ? ഓക്കെ അല്ലെ? പ്രതിരോധം, വിദേശകാര്യം, വാർത്താവിനിമയം അല്ലെങ്കിൽ ആശയവിനിമയം എന്നീ 3 കാര്യങ്ങളിൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഇന്ത്യൻ പാർലമെന്റിന് ജമ്മു കാശ്മീരുമായിട്ട് ഇടപെടാൻ പറ്റും. ഓക്കെ, ഡൺ. അപ്പൊ 2019 ഓഗസ്റ്റ് 5-ന് ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 370 പ്രകാരം ജമ്മു കാശ്മീർ അനുവദിച്ച പ്രത്യേക പദവി എന്ത് ചെയ്തു? റദ്ദാക്കി. ഓക്കെ അല്ലേ? അപ്പൊ എന്റെ ചോദ്യം, 2010 മുമ്പ് 2019 മുമ്പ് ഇന്ത്യൻ ഗവൺമെന്റ് ഒരു നിയമം പാസ്സാക്കണമെന്ന് വിചാരിക്കും. ആ നിയമം ഇന്ത്യയിലെ ഏതൊക്കെ ഭാഗങ്ങളിലേക്ക് എന്തല്ല അപ്ലിക്കബിൾ അല്ല എന്ന് ചോദിച്ചാൽ നിങ്ങൾ ഏതൊക്കെ പറയും? 2 ഉത്തരം പറയണം. ഒന്നാമത്തെ ഉത്തരം ഏതാ? 6th ഷെഡ്യൂൾ, 6ാം പട്ടിക. 6ാം പട്ടികയിൽ എത്ര സംസ്ഥാനമുണ്ട്? 4. ഏതൊക്കെയാണ്? അസം, മേഘാലയ, ത്രിപുര, മിസോറാം. ഓക്കെ അല്ലേ? പിന്നെ ആർക്കാ ഇല്ലാത്തത്? ജമ്മു ആൻഡ് കാശ്മീർ.
ഇനി വീണ്ടും ഇതേ ക്വസ്റ്റ്യൻ ഒന്നുകൂടി നോക്കിക്കേ. ഓക്കെ അല്ലെ? ഏത് ക്വസ്റ്റ്യൻ ദാ കിടക്കുന്ന ക്വസ്റ്റ്യൻ. ആസാം ഒഴികെയുള്ള എല്ലാ സംസ്ഥാനങ്ങളെയും ഈ നിയമം ഉൾക്കൊള്ളുന്നു. നിയമം വന്ന വർഷം എപ്പോഴാ? 1969. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഏതും കൂടി വരണം? ജമ്മു ആൻഡ് കാശ്മീർ കൂടി വരണം. അപ്പൊ ഈ സ്റ്റേറ്റ്മെന്റിന്റെ ശരിയായ സ്റ്റേറ്റ്മെന്റ് എങ്ങനെയാ? ആസാം, മേഘാലയ, മിസോറാം, ത്രിപുര എന്നിവിടങ്ങളിലെ ഏതാണ് ഗോത്രവർഗ മേഖലകളിലും, അല്ലെങ്കിൽ നോർത്ത് ഈസ്റ്റ് മേഖലയിലെ ഗോത്രവർഗ മേഖലകളിലും, അല്ലെങ്കിൽ എന്താണ് ജമ്മു ആൻഡ് കാശ്മീരിലും ഈ നിയമം ബാധകമല്ല. ഇത് MRTP നിയമത്തിന് മാത്രമാണോ? എല്ലാത്തിനും ആണോ? എല്ലാത്തിനും ആണ്. ഇനി ഇവിടെ എഴുതിയിരിക്കുന്ന ഈ ഇത് നോക്കി ആക്ച്വലി ഓക്കെ അല്ലെ? 1971 ത്രിപുര, മണിപ്പൂർ, മേഘാലയ എന്നിവ എന്തായത്? സമ്പൂർണ്ണ സംസ്ഥാനങ്ങളായിട്ട് മാറിയത്. അതിനു മുമ്പ് ഇവർ ആരുടെ കീഴിലായിരുന്നു? അസാമിന്റെ കീഴിലായിരുന്നു. അസാം ഉണ്ടായത് 1950. ഈ ത്രിപുര, മണിപ്പൂർ, മേഘാലയ ഉണ്ടായത് എപ്പോഴാണ്? 1971. എന്താണ് നിയമത്തിന്റെ പേര്? നോർത്ത് ഈസ്റ്റ് റീജിയൻ റീ ഓർഗനൈസേഷൻ ആക്ട് 1971. എന്ന് വെച്ചാൽ നമുക്ക് സ്റ്റേറ്റ് റീ ഓർഗനൈസേഷൻ ആക്ട് ഇല്ലേ 1956. സംസ്ഥാന പുനഃസംഘടനാ നിയമം 1956. അതേപോലെ ഒരു ആക്ട് ആണെന്ത്? നോർത്ത് ഈസ്റ്റേൺ റീജിയൻ റീ ഓർഗനൈസേഷൻ ആക്ട് 1971. ഇത് പ്രകാരമാണ് ആരുണ്ടായത്? ത്രിപുര, മണിപ്പൂർ, മേഘാലയ ഉണ്ടായത്. അങ്ങനെയാണെങ്കിൽ ഇനി വീണ്ടും സ്റ്റേറ്റ്മെന്റിലേക്ക് വന്നേ. സാർ ഇയാൾ എന്തൊക്കെ പറയുന്നത് നന്നായിട്ട് കേട്ടോ. ഓക്കെ അല്ലെ? വർഷം എപ്പോഴാ? 1969. അങ്ങനെയാണെങ്കിൽ 1971 എന്ത് വരുന്നത്? ത്രിപുര, മണിപ്പൂർ, മേഘാലയ വരുന്നത്. അങ്ങനെയാണെങ്കിൽ ഇവിടെ എന്ത് മാത്രമേ വരണ്ടുള്ളൂ? അസാം, ജമ്മു ആൻഡ് കാശ്മീർ ഒഴികെയുള്ള എല്ലാ സംസ്ഥാനങ്ങളും എന്ത് ചെയ്യുന്നു? ഈ നിയമം ഉൾക്കൊള്ളുന്നു. എന്റെ അമ്മ ഇത് ആകെ കൺഫ്യൂഷൻ ആക്കിയല്ലോ ഇയാള്. എന്താ ഇപ്പൊ ഇതുകൊണ്ട് ഇയാൾ പറയാൻ ഉദ്ദേശിക്കുന്നത്? ഇപ്പൊ ഞങ്ങൾ ഈ ക്വസ്റ്റ്യൻ വന്ന് എങ്ങനെയാ ചെയ്യാ, എന്താ ചെയ്യാ? ഓക്കെ, കാര്യങ്ങൾ മനസ്സിലായില്ലല്ലോ. ഓക്കെ ആണല്ലോ? എന്ന് വെച്ചാ നമ്മളൊന്ന് പഠിച്ച കാര്യം, അതായത് ഇന്ത്യ ഗവൺമെന്റ് ഒരു നിയമം രൂപീകരിക്കുകയാണെങ്കിൽ 2019 മുമ്പുള്ള നിയമമാണ് തന്നിരിക്കുന്നതെങ്കിൽ ഓക്കെ അല്ലെ? അത് ഏതൊക്കെ മേഖലകൾക്ക് ബാധകമല്ല? ജമ്മു ആൻഡ് കാശ്മീരിനും 6ാം ഷെഡ്യൂളിലെ ഏരിയകൾക്കും ബാധകമല്ല. 2019 ശേഷമുള്ള ഒരു നിയമമാണ് തന്നിരിക്കുന്നത്. ഫോർ എക്സാമ്പിൾ ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത് BNS ആണ്, ഭാരതീയ ന്യായ സംഹിതയാണ്, അല്ലെങ്കിൽ പുതിയ രീതിയിലുള്ള ഒരു നിയമമാണ്. ഏതെങ്കിലും ഒരു നിയമം അവരെന്ത് ചെയ്തിട്ടുണ്ട്? പുതുതായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. ആ നിയമമാണ് ചോദിച്ചത് എങ്കിൽ അത് എവിടേക്ക് മാത്രം ബാധകമല്ല? അസാം, മേഘാലയ, മിസോറാം, ത്രിപുര എന്നിവിടങ്ങളിലെ ആദിവാസി മേഖലകൾക്ക് മാത്രം ബാധകമല്ല. അപ്പൊ നിങ്ങൾ ആദ്യം നോക്കേണ്ടത്, ഇങ്ങനൊരു ക്വസ്റ്റ്യൻ കാണുകയാണെങ്കിൽ വർഷം. ഓക്കെ അല്ലെ? അപ്പൊ വർഷം നമുക്ക് 3ആയി ഡിവൈഡ് ചെയ്യാം. എങ്ങനെയാ 3ആയി ഡിവൈഡ് ചെയ്യാൻ പോകുന്നത്? 1971 നമുക്കൊരു വർഷമുണ്ട്. കാരണം 71 ആര് വന്നത്? മേഘാലയ, മിസോറാം, ത്രിപുര വന്നത്. ആസാം എപ്പോ വന്നിട്ടുണ്ട്? 50. അപ്പൊ 71 മുമ്പാണെങ്കിൽ നിങ്ങൾ എന്തൊക്കെ എഴുതും? അസാമും ജമ്മു ആൻഡ് കാശ്മീർ എഴുതും. 71 തൊട്ട് 2019 വരെയാണെങ്കിൽ നിങ്ങൾ എന്ത് എഴുതും? അസാം, മേഘാലയ, മിസോറാം, ത്രിപുര, അതായത് 6th ഷെഡ്യൂൾ ജമ്മു ആൻഡ് കാശ്മീർ എഴുതും. 2019 തൊട്ട് ഇപ്പൊ 2025 വരെയാണെങ്കിൽ നിങ്ങൾ എന്ത് എഴുതും? അസാം, മേഘാലയ, മിസോറാം, ത്രിപുര എന്നിവിടങ്ങളിലെ ആദിവാസി മേഖലകൾ എന്തല്ല? ഇത് ബാധകമല്ല. അപ്പോൾ ഇതിന്റെ ഉത്തരം എങ്ങനെയാണ് വന്നു എന്നുള്ള കാര്യം മനസ്സിലായോ? ഓക്കെ അല്ലെ? ചോദ്യം എവിടെ നിന്നാണ്? എക്കണോമിക്സ് എന്നാണ്. പക്ഷെ ഉത്തരം എവിടെ നിന്നാണ്? കോൺസ്റ്റിറ്റ്യൂഷൻ എന്നാണ്. അതിന്റെ എല്ലാ കാര്യങ്ങളും എല്ലാ ഭാഗങ്ങളും നമ്മൾ അതിലുണ്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോ സാർ MRTP ആയിട്ട് എടുത്തില്ല. ഓക്കെ അല്ലെ? MRTP ആണ് നമ്മൾ ഇനി പഠിക്കാം. ഇത്രയും കാര്യം ഓക്കെ ആണോ? ഡൺ അല്ലേ? ഫൈൻ. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? MRTP ആക്ടിലേക്ക് കടക്കാം. MRTP ആക്ട് എന്ന് വെച്ചാൽ എന്താ? മോണോപോളിസ്റ്റിക് ആൻഡ് റെസ്ട്രിക്റ്റീവ് ട്രേഡ് പ്രാക്ടീസസ് ആക്ട് 1969. ഓക്കെ അല്ലെ? ഇത് എന്തിനാ ഉണ്ടാക്കിയിരിക്കുന്നത്? അന്യായമായ വ്യാപാര രീതിയും കുത്തകകളും നിയന്ത്രിക്കാൻ വേണ്ടിയിട്ടാണ്. സർ എന്ന് വെച്ചാൽ എന്താ? സിമ്പിൾ ആയി പറയാമോ? എന്ന് വെച്ചാൽ എല്ലാ പൈസയും പോയിട്ട് എവിടെ ഉണ്ടാകാൻ പറ്റില്ല? അംബാനിയുടെയും അദാനിയുടെയും കയ്യിലുണ്ടാകാൻ പറ്റില്ല. സിമ്പിൾ ആയിട്ട് പറയാമോ? അതായത് നമ്മുടെ വീടിന്റെ അടുത്ത് ഒരു ഉണ്ണിയപ്പം ഉണ്ടാക്കുന്ന കുടുംബശ്രീയിലെ ചേച്ചി ഉണ്ടെന്ന് വിചാരിക്കും. ആ കുടുംബശ്രീയിലെ ചേച്ചി ഉണ്ടാക്കുന്ന ഉണ്ണിയപ്പത്തിന്റെ വില എന്ന് പറയുന്നത് 35 രൂപയാണ്. ഓക്കെ അല്ലെ? പക്ഷെ ഇതേ ഉണ്ണിയപ്പം അംബാനി ഉണ്ടാക്കി എന്ന് വിചാരിക്കൂ. അംബാനിക്ക് വലിയ ഫാക്ടറി ഉണ്ട്. അംബാനി ഉണ്ടാക്കിയ ഉണ്ണിയപ്പത്തിന്റെ വില അപ്പൊ എത്രയായിരിക്കും? 15 രൂപയായിരിക്കും, അല്ലെങ്കിൽ 10 രൂപയായിരിക്കും. അങ്ങനെയാണെങ്കിൽ അംബാനിക്ക് എന്ത് ചെയ്യും? പൈസ കിട്ടും. എന്തുകൊണ്ടാ? വലിയ എമൗണ്ടിലാണ് അവരുണ്ടാക്കുന്നത്. അപ്പൊ ഉണ്ണിയപ്പം ചേച്ചി എന്ത് ചെയ്യും?
പ്രശ്നത്തിലാവും. അംബാനിക്ക് എന്ത് കിട്ടും? പൈസ കിട്ടും. അങ്ങനെയാണെങ്കിൽ ചെറുകിട ബിസിനസ് എന്ത് വരും? പ്രശ്നം വരും. അത് വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയ ഒരു ആക്ടിന്റെ പേരാണ് മോണോപോളിസ്റ്റിക് ആൻഡ് റെസ്ട്രിക്റ്റീവ് ട്രേഡ് പ്രാക്ടീസ് ആക്ട് 1969. റെസ്ട്രിക്റ്റീവ് എന്ന് വെച്ചാൽ എന്താ? അതിലേക്ക് വരരുത്. അപ്പൊ നിങ്ങൾ തൽക്കാലത്തേക്ക് എവിടേക്ക് വരരുത്? ഉണ്ണിയപ്പത്തേക്ക് വരണ്ട എന്നാണ് ആര് പറഞ്ഞത്? ഗവൺമെന്റ് പറഞ്ഞത്. എപ്പ പറഞ്ഞത്? 1969 മുതൽ പറഞ്ഞത്. എന്ന് വെച്ചാൽ ഒരാൾ തന്നെ എന്ത് ചെയ്യരുത്? എല്ലാ സ്വത്തും കൂടി ഒരാളുടെ കയ്യിൽ ഇരിക്കരുത്. ഓക്കെ ആണല്ലോ? സ്വത്ത് എന്ത് ചെയ്യണം? ഡിവൈഡ് ചെയ്ത് കൊടുക്കണം. ഇത് എവിടെയോ കേട്ടിട്ടുണ്ടല്ലോ. ഭരണഘടനയിൽ എന്താ? നിർദ്ദേശക തത്വങ്ങൾ, DPSP അതിൽ എഴുതി വെച്ചിട്ടില്ലേ? എന്താണ്? സ്വത്തുകൾ എന്ത് ചെയ്യരുത്? എല്ലാം കൂടി ഒരാളുടെ കയ്യിൽ ഇരിക്കരുത്. അത്രയും കാര്യമാണല്ലോ. ആണ് സാർ. അപ്പൊ എനിക്ക് എത്ര സ്വത്ത് ഉണ്ടാക്കാം? 100 കോടി. എന്ന് വെച്ച് കഴിഞ്ഞാൽ 100 കോടിക്ക് മുകളില് വരുമാനമുള്ള സ്ഥാപനം ഉണ്ടെന്ന് വിചാരിക്കൂ. എപ്പോഴാണ്? 1969. 1969 100 കോടിക്ക് മുകളിലുള്ള വരുമാനമുള്ള ഒരു സ്ഥാപനം ഉണ്ടെന്ന് വിചാരിക്കൂ. ആ സ്ഥാപനം എന്തിൽ വരും? മോണോപോളിക് ആൻഡ് റെസ്ട്രിക്റ്റീവ് ട്രേഡ് പ്രാക്ടീസ് ആക്ടിൽ വരും. ഓക്കെ അല്ലേ? അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യരുത്? ചില വ്യവസായങ്ങളിലും ചില കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യരുത്? ഇടപെടരുത്. നിങ്ങൾ പ്രൊഡ്യൂസർ എന്തായിരിക്കണം? കുറവായിരിക്കണം. നമ്മുടെ പാവ ഉണ്ണിയപ്പം ചേച്ചി ഉണ്ടാക്കണ ഉണ്ണിയപ്പവും മുരുക്കും ആരെണ്ണ വിറ്റോട്ടെ? അവരെണ്ണ വിറ്റോട്ടെ. ഇളനീർ ആരെണ്ണ വിറ്റോട്ടെ? കർഷകനെണ്ണ വിറ്റോട്ടെ. അതിനെ ബോട്ടിലാക്കിയിട്ട് കൊടുത്തിട്ട് എന്ത് ചെയ്യരുത്? അവരുടെ വരുമാനം കളയരുത് എന്ന് പറഞ്ഞിട്ടുള്ള ആക്ട് ആണെന്ത്? മോണോപോളീസ് ആൻഡ് റെസ്ട്രിക്റ്റീവ് ട്രേഡ് പ്രാക്ടീസ് ആക്ട് 1969. സാർ ഇത് അപ്പൊ രണ്ട് വിഭാഗമുണ്ട് ഇവിടെ. സാർ ഒന്ന്, എനിക്ക് പണക്കാരനാവാൻ പറ്റില്ല എന്നുള്ളത്. രണ്ടാമത്തെ ആളുകൾ എന്താ? സാർ ഉണ്ണിയപ്പ ചേച്ചി അല്ല, ഉമ്മച്ചപ്പ ചേച്ചി അല്ല, കുടുംബശ്രീയിലെ ചേച്ചിക്ക് എന്താണ്? ഉപകാരമാണ്. അപ്പൊ ഈ ആക്ട് ഇപ്പൊ എന്താ? ഇല്ല. ഈ ആക്ട് നമ്മൾ എന്ത് ചെയ്തു? നവസാമ്പത്തിക പരിഷ്കാരം വന്നതിന് ശേഷം 1991 നമ്മൾ എന്ത് ചെയ്തു? ആക്ച്വലി ഇത് മൊത്തമായിട്ട് ഇല്ലതാക്കി. ഓക്കെ അല്ലേ? അപ്പൊ മോണോപോളിസ്റ്റിക് ആൻഡ് റെസ്ട്രിക്റ്റീവ് ട്രേഡ് പ്രാക്ടീസ് ആക്ട് മനസ്സിലായോ? അപ്പൊ നവസാമ്പത്തിക പരിഷ്കാരം വന്നപ്പോ എന്തുകൊണ്ടാണ് ഇത് ഇല്ലാതാക്കിയത് നമുക്ക് എപ്പോ പഠിക്കാം? നവസാമ്പത്തിക പരിഷ്കാരത്തിൽ ഡീറ്റെയിൽ ആയി പഠിക്കാം. ഇത്രയും കാര്യം ഓക്കെ അല്ലേ? ഇനി അവിടെയുള്ള എല്ലാ കാര്യങ്ങളും ഒന്ന് വായിച്ചു നോക്കി, ക്വസ്റ്റ്യൻ ഒന്നുകൂടി വായിച്ചു നോക്കി. ആക്ച്വലി ഓക്കെ, ക്വസ്റ്റ്യനിൽ എന്താ എഴുതിയിരിക്കുന്നത്? മത്സരവും ന്യായപരവുമായ ഓക്കെ that aim to control the activities that can potentially endanger competition and free trade. അതായത് കോമ്പറ്റീഷനെയും ഫ്രീ ട്രേഡിനെ എന്ത് ചെയ്തു? ആക്ച്വലി അതിന് ഹാനികരമാകുന്ന ആക്ടിവിറ്റീസിനെ എന്ത് ചെയ്യും? കൺട്രോൾ ചെയ്യും. ഇല്ലേ? നമ്മുടെ കുടുംബശ്രീ ഉണ്ണിയപ്പ ചേച്ചി രക്ഷിക്കില്ലേ? ഓക്കെ അല്ലേ? ആക്ട് ടാർഗറ്റഡ് ടു കൺട്രോൾ മോണോപ്പൊളി പവർ ഓഫ് ദ ലാർജ് ബിസിനസ് ഹൗസസ്. ലാർജ് ബിസിനസ് ഹൗസ് എന്ന് പറഞ്ഞാൽ എങ്ങനെയാ? 100 കോടിക്ക് മുകളിലുള്ള ബിസിനസ് ഹൗസസ്. ഓക്കെ അല്ലേ? ദി ആക്ട് വാസ് അബോളിഷ്ഡ് ആഫ്റ്റർ എക്കണോമിക് ലിബറൈസേഷൻ ഇൻ ഇന്ത്യ. നവസാമ്പത്തിക പരിഷ്കാരം വന്നതിന് ശേഷം എന്ത് ചെയ്തു? ഈ ആക്ട് ഇല്ലാതാക്കി. അവ ഏത് മാത്രമേ ബാക്കിയുള്ളൂ? സി മാത്രം. ദാറ്റ് എൻകോംപാസ്ഡ് ഓൾ സ്റ്റേറ്റ് എക്സ്ക്ലൂഡിംഗ് ഓൺലി ആസാം. ഈ ക്വസ്റ്റ്യൻ പ്രകാരം എങ്ങനെയാ വരേണ്ടത്? അസാം ആൻഡ് ജമ്മു ആൻഡ് കാശ്മീർ. 1971 ശേഷമാണെങ്കിൽ 6th ഷെഡ്യൂൾ ആൻഡ് ജമ്മു ആൻഡ് കാശ്മീർ. 2019 ശേഷമാണെങ്കിൽ ഓൺലി 6th ഷെഡ്യൂൾ. ഇത്രയും കാര്യം മനസ്സിലായോ? ഓക്കെ അല്ലേ? അപ്പൊ നിങ്ങൾക്ക് ക്ലാസ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കും. ഓക്കെ, നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ പറയുന്നുണ്ട്, കാര്യങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാവുന്നതാണ്? ചോദിക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ ഈ ക്ലാസ് ഇഷ്ടപ്പെടുവാണെങ്കിൽ, ബാക്കിയുള്ളവർക്ക് ഉപകാരപ്പെടുവാണെങ്കിൽ ആ ടെലഗ്രാം ചാനൽ ഉണ്ട്, @കിരൺ സ്റ്റഡി സർക്കിൾ 123, @കിരൺ സ്റ്റഡി സർക്കിൾ. അതിൽ എന്ത് ചെയ്യുക? ജോയിൻ ചെയ്തിട്ട് ഈ PDF എടുത്തിട്ട് ബാക്കിയുള്ളവർക്ക് എന്ത് ചെയ്യുക? ഷെയർ ചെയ്ത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യുക, അല്ലെങ്കിൽ നേരിട്ട് എന്ത് ചെയ്യുക? കോൺടാക്ട് ചെയ്യുക. ഓക്കെ അല്ലേ? അപ്പൊ ഇതേപോലൊരു വീഡിയോ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? അടുത്തൊരു ക്ലാസ്സിൽ കാണാം. ഓക്കെ, ബൈ. നന്നായി പഠിക്കുക, ടോപ്പ് ആവുക. ഇത്രയും ഓക്കെ ആണല്ലോ? രണ്ടല്ലേ? സോ വൺസ് അഗെയിൻ ബൈ, ടേക്ക് കെയർ ഫ്രണ്ട്സ്. നന്നായിട്ട് പഠിക്കുക.